ചോദ്യം നമുക്ക് വരാം. അതായത് അള്ളാഹുവിന്റെ നേരിട്ടുള്ള സഹായം എന്താ നമുക്ക് ഈ ഫലസ്തീൻകാർക്ക് എത്താത്തത്? ലോകത്തിലെ വലിയ വലിയ നേതാക്കളെ പോലും വളരെ പ്രിസൈസ് ആയിട്ടുള്ള ആക്രമണത്തിൽ അവരെ മാത്രം വധിക്കുന്ന രീതി മൊസാദിന്റെ മാത്രം പ്രത്യേകതയാണ്. സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരുടെ മനസ്സിലും ഭീകരവാദം എന്ന് പറയുമ്പോൾ തൊപ്പിത്താടി എന്ന ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. സത്യം പറഞ്ഞു ഒരു സേയിങ് ഉണ്ട് ഇംഗ്ലീഷിൽ, ഇഫ് യു ആർ ടോളറന്റ് ഓഫ് എവരിതിങ് യു സ്റ്റാൻഡ് ഫോർ നത്തിങ്. അപ്പൊ അനീതിക്കെതിരെ പോരാടുമ്പോഴാണ് അവിടെ നീതി സ്ഥാപിതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫിറ്റ് ഫെയ്ത്ത് പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റ്. നാം ആരുടെ പക്ഷത്ത് നിൽക്കണം? യഥാർത്ഥ സത്യം ആരുടെ കൂടെയാണ്? ചരിത്രത്തിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായി നമുക്ക് ആരാണ് യഹൂദികൾ? മുസ്ലിമീങ്ങളും യഹൂദികളും തമ്മിലുള്ള പ്രശ്നം എന്താണ്? മുസ്ലിമീങ്ങളും യഹൂദികളും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇതിലേക്കെല്ലാം നമുക്കൊന്ന് ചർച്ച ചെയ്യാം. യഹൂദികൾ ആരാണെന്ന് നമ്മൾ നോക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സന്താനങ്ങളായ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം, ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം, അവരുടെ സന്താന പരമ്പരയിൽ നിന്ന് വരുന്നതാണ് യഹൂദമതം, ക്രിസ്ത്യാനിറ്റിയൊക്കെ. ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മറ്റൊരു പേരായിരുന്നു ഇസ്രായേൽ. ആ ഇസ്രായേലിന്റെ മക്കൾ എന്നുള്ള നിലയ്ക്കാണ് ബനു ഇസ്രായേൽ എന്ന് പറയുന്ന വിഭാഗം. ഇസ്രായേൽ നബി അലൈഹി ഇസ്ലാമിന്റെ മക്കൾ, അതാണ് ബനു ഇസ്രായേൽ. ആ ബനു ഇസ്രായേലിൽ പെട്ട ഒരാളാണ് യഹൂദ. ആ യഹൂദയുടെ പേരിലാണ് യഹൂദ മതം എന്ന് വരുന്നത്. യഹൂദയുടെ സന്താന പരമ്പരയിൽ വരുന്നതാണ് മൂസാ നബി അലൈഹി ഇസ്ലാം. മൂസാ നബി അലൈഹി ഇസ്ലാമിക്ക് പ്രവാചകനായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രവാചകനായിരുന്നു എന്നതുപോലെ ഇബ്രാഹിം നബിയുടെ രണ്ട് മക്കൾ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം, ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിയും പ്രവാചകന്മാരായിരുന്നു. അങ്ങനെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിയും പ്രവാചകനായിരുന്നു. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ 12 മക്കളിൽ ഒരാളായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിയ പ്രവാചകനായിരുന്നു. എന്നാൽ യഹൂദ പ്രവാചകനായിരുന്നില്ല. എന്നാൽ ആ സന്താന പരമ്പരയിലാണ് ബാക്കിയുള്ള പ്രവാചകന്മാരൊക്കെ, ഏറെക്കുറെ പ്രവാചകന്മാർ വരുന്നത്. മൂസാ നബി അലൈഹി ഇസ്ലാം, അങ്ങനെ അയ്യൂബ് നബി അലൈഹി ഇസ്ലാം ഒക്കെ ആ സൈഡിൽ വരുന്നത്. മൂസാ നബി അലൈഹി ഇസ്ലാമിന് ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ്, മുസ്ലിമീങ്ങളും എന്ന് വിശ്വസിക്കുന്ന ഗ്രന്ഥമാണ് തൗറാത്ത് എന്നുള്ളത്. ആ തൗറാത്തിലാണ് ഈ യഹൂദികൾ, മുസ്ലിമീങ്ങൾക്ക് ഖുർആൻ എന്നതുപോലെ യഹൂദികൾ തൗറാത്തിലാണ് വിശ്വസിച്ചു പോയത്. ഈ ഹിബ്രു എന്നൊക്കെ പറയുന്നത് എന്താണ്? ഹിബ്രു ഭാഷയിലാണ് തൗറാത്ത് ഉള്ളത്. സത്യം പറഞ്ഞാൽ ഈ സെമിറ്റിക് എന്നൊക്കെ പറയുന്ന ഒരു വിഷയം എനിക്ക് തോന്നുന്നു മതപരമായ ഒരു വിഷയമല്ല, ലാംഗ്വേജ് ആണ്. സെമിറ്റിക് ലാംഗ്വേജസ് ആണെന്നുള്ളത്. ഹീബ്രു, അറബിക്ക്, അരാമായ എന്നുള്ളതൊക്കെ ഭാഷകളാണ്. ആ ഭാഷകൾ പോലെയാണ്, സെമിറ്റിക് ഭാഷകളാണ്. അത് ആ ഭാഷകൾ കൈകാര്യം ചെയ്തിരുന്ന ആളുകൾ മതത്തിൽ വിശ്വസിച്ചു. എന്നാൽ അറബികൾ എന്ന് പറയുന്നത് ഇന്ന് പൊതുവെ മുസ്ലിമീങ്ങളിലാണ് ചിന്തിക്കുന്നത്. എന്നാൽ ക്രിസ്ത്യാനിറ്റി ആണ്. പലസ്തീനിന്റെ വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പലസ്തീനില് യഹൂദികളും മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും ഒരേപോലെ ജീവിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു. ഒരു കാലഘട്ടത്തിൽ സഹോദര്യത്തോടുള്ള ജീവിച്ചിരുന്ന കാലഘട്ടം. അവരെല്ലാവരും അറബി ഭാഷ സംസാരിക്കുന്നവരായിരുന്നു. അപ്പൊ ഇതിലേക്ക് മുസ്ലിങ്ങളും യഹൂദികളും തമ്മിലുള്ള ഒരു ബന്ധം എനിക്ക് തോന്നുന്നു കുറെ കൂടെ സാമീപ്യം ഉണ്ടെന്ന് തോന്നുന്നു. വിശ്വാസം ഇസ്ലാമും മൂസാ നബി അലൈഹി ഇസ്ലാമുമായിട്ട് വളരെ അടുത്ത ബന്ധമാണുള്ളത്. മൂസാ നബി അലൈഹി ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് വന്ന പ്രവാചകനാണ്. ആ പ്രവാചകൻ അവതരിപ്പിക്കട്ട ഗ്രന്ഥമാണ് തൗറാത്ത്. അതിൽ നാം വിശ്വസിക്കൽ നമുക്ക് ബാധ്യതയാണ്. എന്നാൽ നമ്മുടെ ഗ്രന്ഥമായിട്ടുള്ളത് അതെല്ലാം അസ്ഥിരപ്പെട്ടു പോയി. കാലഘട്ടത്തിനനുസരിച്ച് മനുഷ്യന്റെ കൈകടത്തലിലൂടെ അതിന് മാറ്റിത്തിരുത്തലുകൾ ഉണ്ടായി. എന്നാൽ അവസാനമായി ഉള്ള നമ്മുടെ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിക്കപ്പെട്ട ഖുർആൻ ഇന്നും മാറ്റിത്തിരുത്തലില്ലാതെ പോകുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അതിലാണ് നാം വിശ്വസിക്കേണ്ടത്. ഓരോ കാലഘട്ടത്തിലും വന്ന ജനതയിലേക്ക് വന്ന പ്രവാചകന്മാരെ ആ ജനത അംഗീകരിക്കാനും അവരെ വിശ്വസിക്കാനും അവർ ബാധ്യസ്ഥരായിരുന്നു. അപ്പോൾ നമ്മുടെ അവസാനമായി അന്ത്യപ്രവാചകനായി വന്നിട്ടുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മുഹമ്മദ് നബിക്ക് തൊട്ട് ഖിയാമത്ത് നാൾ വരെ, അന്ത്യനാൾ വരെയുള്ള ജനങ്ങളെല്ലാവരും അതിൽ വിശ്വസിക്കാനാണ് ബാധ്യസ്ഥരായിട്ടുള്ളത്. ഈ യഹൂദികൾ അവരുടെ വിശ്വാസവും മോണോതിയസമാണ്, ഒറ്റ ദൈവത്തിൽ വിശ്വസിക്കുന്നത്. ബന്ധമെന്ന് പറയുന്നത് ഏകദൈവം. ആരാലും ജനിക്കപ്പെട്ടിട്ടില്ലാത്ത, ജനനം നൽകിയിട്ടില്ലാത്ത ഒരു ദൈവം. ആ ദൈവത്തിലാണ് യഹൂദികളും മുസ്ലിമീങ്ങളും നമ്മൾ വിശ്വസിക്കുന്നത്. ഏകദൈവ വിശ്വാസം എന്ന് ഉൾക്കൊള്ളുന്നത് യഹൂദികളും മുസ്ലിമീങ്ങളുമാണ്. അവർക്ക് ശരിയായ നിയമം പോലെ നിയമങ്ങൾ, കോശർ, ഹലാൽ. ഇപ്പൊ നമ്മൾ ഭക്ഷണക്രമത്തിൽ നമ്മൾ ഹലാൽ, അനുവദനീയമായതും അനുവദനീയമല്ലാത്തതും ഉണ്ടല്ലോ മുസ്ലിമീങ്ങൾക്ക്. ഹലാല് ഹറാം എന്ന് നമ്മളൊന്ന് പറയും. അതെല്ലാവർക്കും ഹലാൽ എന്ന് കേൾക്കുമ്പോൾ ഭക്ഷണക്രമം മാത്രമാണ് ചിന്തിക്കുന്നത്. എന്നാൽ എല്ലാ വിഷയത്തിലും
ഇപ്പം ഒരു കാര്യം ചെയ്യാൻ പാടുണ്ടോ, ചെയ്യാൻ പാടില്ലേ? ചെയ്യാൻ പാടുള്ളതെല്ലാം ഹലാല്, ചെയ്യാൻ പാടില്ലാത്തത് ഹറാമ് എന്നുള്ള നിലയിലാണ് പോകുന്നത്. അതുപോലെ അവർക്കുമുണ്ട് കോശർ നിയമങ്ങൾ എന്ന് പറയും. അവരുടെ ഭക്ഷണക്രമങ്ങൾക്ക് കോശർ നിയമങ്ങൾ എന്ന് പറയും. പിന്നെ ഹലാക്ക, അവരുടെ നിയമവ്യവസ്ഥയ്ക്ക് ഹലാക്ക, ശരിയായ പോലെ അവർക്കും നിയമങ്ങളും കാര്യങ്ങളും നമ്മളുടെ ഇസ്ലാമിൽ മുസ്ലിങ്ങളെ പോലെ തന്നെ ഉള്ള ഒരു വിശ്വാസം, സാമൂഹികമായ വിശ്വാസം. അവർക്ക് എനിക്ക് തോന്നുന്നത് ചേലാക്കർപ്പം അവർക്ക് ചെയ്യൽ നിർബന്ധമാണ്. അങ്ങനെ അതായത് അഹ്ലു കിതാബിൽ പെടുന്നതാണോ ഈ അഹ്ലി കിതാബ്? കിതാബിന്റെ അഹ്ലികാർ എന്ന് പറയുന്നതാണ് കിതാബ് ഇറക്കപ്പെട്ട ജനതകൾ. ബനു ഇസ്രായേലിലേക്ക് ഇറക്കപ്പെട്ട നബിയാണ് മൂസ നബി അലൈഹി സ്വലാം. അപ്പൊ മൂസ നബിയുടെ തൗറാത്തിന്റെ ജനതയാണ് ഇസ്രായേലികൾ, ആ കിതാബിന്റെ അഹ്ലികാർ. അതുപോലെ തന്നെ ഈസാ നബി അലൈഹി ഇസ്ലാമിയുടെ മേൽ അയക്കപ്പെട്ട ഗ്രന്ഥമാണ് ഇഞ്ചീൽ, ഗോസ്പൽ. അത് പിന്തുടർന്ന് പോകുന്നവരാണ് ആ കിതാബിന്റെ അഹ്ലികാർ. അങ്ങനെ ഈ രണ്ട് കൂട്ടരുമാണ് അഹ്ലി കിതാബ്. യഹൂദ വന്നസാറ ഖുർആനിൽ അനേകം സ്ഥലങ്ങളിൽ പറയുന്നു. പിന്നെ മൂസ നബി അലൈഹി ഇസ്ലാമിയുടെ ബന്ധം നമ്മൾ പറയുമ്പോൾ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേര് പരാമർശിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് മൂസ നബി അലൈഹി സ്വലാം. മറ്റുള്ള 25 പ്രവാചകന്മാരുടെ പേരുകളാണ് ഖുർആനിൽ പരാമർശിക്കപ്പെട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടത് മൂസ നബി അലൈഹി സ്വലാമിന്റെ ലൈഫ് സൈക്കിൾ തന്നെ പറയുന്നത്. ലൈഫ് സൈക്കിൾ പറയുന്നുണ്ട്. ബനു ഇസ്രായേലിന്റെ ചരിത്രമാണ് ഒരു വിഭാഗത്തിന്റെ ചരിത്രം എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്നത് ബനു ഇസ്രായേലിന്റെ ചരിത്രമാണ്. അവരിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാർ, അവർ പല കാര്യങ്ങളിലും പ്രവാചകന്മാരെ അനുസരിക്കാതെ വന്നു, പ്രവാചകന്മാരെ വധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ബനു ഇസ്രായേലിന്റെ ചരിത്രം വളരെ വിശാലമാണ്. നമുക്ക് ഈ ഇന്ന് നടക്കുന്ന പ്രശ്നത്തിന്റെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ അത് എവിടെ മുതൽ തുടങ്ങണം എന്ന് പറയുമ്പോൾ അത് നബിമാരിൽ നിന്ന് തുടങ്ങാം നമുക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ അതിനുശേഷം ഉമർ റളിയല്ലാഹുവിന്റെ കാലം തൊട്ട് തുടങ്ങാം, അല്ലെങ്കിൽ കുരിശ് യുദ്ധം തൊട്ട് തുടങ്ങാം, അല്ലെങ്കിൽ നമുക്ക് ഓട്ടോമൻ എംപയർ തൊട്ട് തുടങ്ങാം. അങ്ങനെ പല സന്ദർഭങ്ങളും തുടങ്ങാമെങ്കിലും ഇന്ന് നടക്കുന്ന വിഷയത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്, ഉത്ഭവം എന്ന് പറയുന്നത് 1948 മെയ് 14 ഫലസ്തീൻ മണ്ണിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം രൂപീകരിക്കുന്നത് മുതലാണ് ഇന്ന് കാണുന്ന യുദ്ധം നടക്കുന്ന ആ വിഷയം തുടങ്ങുന്നത് അന്ന് മുതലാണ്. ഇസ്രായേലിന്റെ ഉത്ഭവം, രാഷ്ട്രത്തിന്റെ സ്ഥാപനം നോക്കുമ്പോൾ ഒരു അനീതിയിലൂടെ സ്ഥാപിക്കപ്പെട്ട രാഷ്ട്രം എന്ന രീതിയിലേക്ക് നമുക്ക് അതിന് മുമ്പുള്ള ചരിത്രങ്ങൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇത് സയനിസ്റ്റ് ആശയങ്ങൾ ഊന്നിയാണ് ഇസ്രായേൽ എന്നുള്ള രാഷ്ട്രം അവിടെ സ്ഥാപിക്കപ്പെടുന്നത്. സയനിസത്തെ പറ്റി നമുക്കറിയാം. തിയോഡോർ ഹെർസൽ എന്ന് പറയുന്ന ഒരു തത്വചിന്തകന്റെ ബുദ്ധിയിലൂടെ ഉണ്ടായ ആശയമാണത്. എന്ന് പറഞ്ഞാൽ ജൂതന്മാരെ അല്ല, ലോകത്ത് വ്യാപിച്ചു കിടക്കുന്ന ജൂതന്മാരെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ അവർക്കൊരു രാഷ്ട്രം. അല്ല, ആദ്യ കാലഘട്ടത്തിൽ അവർക്ക് എവിടെ വേണം എന്നുള്ളത് പോലും കറക്റ്റായിട്ട് അവർ തീരുമാനിച്ചിരുന്നില്ല. നമ്മള് പലയിടത്തും ചിതറിക്കിടക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് ജൂസ്. അല്ലെങ്കിൽ അതിന്റെ കാരണം നമുക്കറിയാം, 1948 മുമ്പ് ജർമ്മനി ഭരിച്ചത് ഹിറ്റ്ലർ അവരെ ജൂത സമൂഹം എന്ന് പറയുന്നത് അനേകം അവർ അക്രമങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്ന ഒരു സമൂഹമായിരുന്നു. അനേകം മുന്നേയും അതുപോലെ തന്നെ. അവസാനമായി നമുക്ക് അറിയാവുന്ന ഹിറ്റ്ലറിന്റെ അധിനിവേശത്തോടു കൂടി അവരെ അനേകമായി ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അവർ അങ്ങനെ ഹിറ്റ്ലറിന്റെ ആക്രമണം സഹിക്കാൻ വയ്യാതെ അവസാനം അഭയാർത്ഥികളായി ലോകത്തിന്റെ പല ഭാഗത്തേക്ക് ജൂതന്മാർ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കുറച്ചു ഭാഗം പലസ്തീനിലേക്കും എത്തിയിട്ടുണ്ട്. അന്ന് ഭരിക്കുന്ന എനിക്ക് ബ്രിട്ടീഷ് കോളനി ആയിരുന്നു അന്ന് പലസ്തീൻ. അങ്ങനെ രണ്ട് സൈഡ് ഉണ്ട്, ഇതിന് പല സൈഡുകളുണ്ട്. ആ സൈഡുകളിലൂടെ എല്ലാം നമ്മൾ ചിന്തിക്കാനുണ്ട് ചരിത്രം. ഒരു ഭാഗത്തുകൂടി നമ്മൾ നോക്കിയാൽ സാധിക്കത്തില്ല. അതേസമയം പലസ്തീന്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. 1948 ഇവിടെ ഇങ്ങനെ എല്ലാവരും യഹൂദികൾ ഇവിടുന്ന് ജർമ്മനിയിൽ നിന്ന് കടന്നു വരുന്ന പലസ്തീനിലേക്ക് വരുന്ന സമയത്ത് പലസ്തീൻ ബ്രിട്ടന്റെ കോളനിയായി. 1915 ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ബ്രിട്ടന്റെ കോളനി ആയിരുന്നു. 1917 തൊട്ട് ഏകദേശം 48 വരെ ബ്രിട്ടന്റെ കോളനി ആയിരുന്ന കോളനിയിലേക്കാണ് ജൂതന്മാർ കടന്നു വരുന്നത്. അത് അറബികൾ, പൊതുവെ അറബ് സമൂഹം എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻസും മുസ്ലിമീങ്ങളും ഉണ്ട്. താമസിക്കുന്ന ആളുകളാണ്, ആ ഭൂപ്രദേശത്ത് താമസിക്കുന്ന ആളുകളാണ് നമ്മൾ ബേസിക്കലി ഇവിടെ അറബ്സ് എന്ന് പറയുന്നത്. ഫലസ്തീനിൽ ആ സമയം മുസ്ലിങ്ങൾ മാത്രമല്ല ക്രിസ്ത്യാനികളും താമസിക്കുന്നു. ഓരോ സഹോദര്യത്തോടെ കഴിഞ്ഞുകൊണ്ടിരുന്ന സ്ഥലത്താണ് ബ്രിട്ടൻ കോളനി ഉണ്ടായത്. ലോകത്ത് മൊത്തത്തിൽ വ്യാപകമായിട്ട് ഈ പാശ്ചാത്യ ശക്തികളുടെ കോളനികൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അതേ സമയത്താണല്ലോ നമ്മുടെ ഇന്ത്യയിലും കോളനിവൽക്കരണം. 1947 സ്വാതന്ത്ര്യം നമ്മൾ നേടി. അതിനു മുമ്പുള്ള ചരിത്രം നമുക്ക് ഇന്ത്യയിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ബ്രിട്ടന്റെ കോളനി ആയിരുന്നു. അങ്ങനെ പല വൈദേശിക ശക്തികൾ നമ്മൾ വന്ന് ഇവിടെ നാട്ടിൽ കയറി വന്ന് നമ്മളെ ഭരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ രാഷ്ട്രങ്ങൾക്കും, ഏകദേശം എല്ലാ രാഷ്ട്രങ്ങൾക്കും സ്വാതന്ത്ര്യം കിട്ടുന്ന ആ ഒരു ടൈം പീരീഡിൽ എന്നാൽ ഈ ഇസ്രായേലിലെ നമ്മൾ നോക്കുമ്പോൾ അവരൊരു സ്വാതന്ത്ര്യം അല്ല ഇന്ത്യക്ക് കിട്ടിയതുപോലെ പാകിസ്ഥാൻ സ്വാതന്ത്ര്യമായി നമ്മൾ പറയുന്നത് പോലെ നമ്മൾ പൊരുതി നേടിയെടുത്ത ഒരു സ്വാതന്ത്ര്യം നേടിയെടുക്കലുണ്ടായിരുന്നത്. അവർ പലസ്തീൻ എന്ന മണ്ണിലേക്ക് ജൂതന്മാരെ ബ്രിട്ടീഷ് കോളനൈസേഷന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന് കുടിയിരുത്തുകയാണ് ചെയ്തത്. അത് സ്വാഭാവികമായും അവിടെയുള്ള ജനങ്ങൾക്ക് അതിനെ
അംഗീകരിക്കാൻ സാധിച്ചില്ല. അവരതിനെതിരെ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യമായി സായുധ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. പിന്നീട് പല ഓർഗനൈസേഷൻസും ഉണ്ടായി. PLO പലസ്തീനിയൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അതിന്റെ ഭാഗമായി ഉണ്ടായതാണ്. ആദ്യമായി പ്രശ്നം തുടങ്ങുന്നത് ഈ ഇസ്രായേലിന്റെ സ്ഥാപിതമായതിനു ശേഷം 1942 ഫസ്റ്റ് നടക്കുന്നത്, ഫസ്റ്റ് ഇസ്രായേൽ അറബ് വാർ നടക്കുന്നത്. അതിൽ ഇസ്രായേൽ ജയിക്കുകയാണ് ഉണ്ടായത്. അറബ് രാഷ്ട്രങ്ങളെല്ലാം പരാജയം. അങ്ങോട്ടുള്ള പോരാട്ടത്തിലെല്ലാം ഇസ്രായേലിന്റെ മേൽക്കോയ്മ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് പല പാശ്ചാത്യ ശക്തികളുടെ എല്ലാം സഹായം ഉണ്ടായിട്ടുണ്ട്. എപ്പോഴായാലും ആ ബ്രിട്ടൻ സ്ഥാപിച്ചത് കൊണ്ട് തന്നെ ബ്രിട്ടന്റെ സഹായം സ്വാഭാവികമായിട്ടും US UN പോലുള്ള രാജ്യങ്ങളും അവർ സഹായിച്ചിട്ടുണ്ട്. 1947 UN ഇതിൽ ഇടപെടുന്നുണ്ട്, യുണൈറ്റഡ് നേഷൻസ്. അവര് ഇത് പല വിഷയങ്ങൾ കൂടിക്കലർന്ന ഒരു പ്രശ്നമാണ്. ഇതിനകത്ത് മതം വരുന്നുണ്ട്, രാഷ്ട്രീയം വരുന്നുണ്ട്, വംശീയത വരുന്നുണ്ട്, ചരിത്രപരമായിട്ടുള്ള പല കാര്യങ്ങളും വരുന്നുണ്ട്. അതിനാൽ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയതിനാൽ UN ഇടപെടുന്നുണ്ട്. UN ഇടപെട്ട ഒരു പാർട്ടീഷൻ റൂൾ കൊണ്ടുവരുന്നുണ്ട്. 55% ഈ ഭൂപ്രകൃതി ജൂയിഷ് സ്റ്റേറ്റിന് കൊടുക്കുന്നു, ബാക്കി 45% നമുക്കിപ്പോ ഒരു അനീതി നടക്കുന്നുണ്ട്. അതായത് കുടിയേറിയവർക്ക് കൂടുതൽ ഷെയർ എതിർപ്പ് വരും. എന്നാൽ ജെറുസലേം എന്നുള്ളത് ഒരു സ്ഥലമായിരുന്നു. ഇത് എല്ലാവരും മൂന്ന് മതങ്ങളുടെയും ഒരു ആരാധന ഹോളി പ്രൈസാണ്. അതുകൊണ്ട് തന്നെ അവിടെ അത് ഇന്റർനാഷണൽ കൺട്രോളിലും പോയി. ഈ 55% ജൂയിഷ് സ്റ്റേറ്റിനും കൊടുത്തു, 40% അത് മാത്രം അതൊരു, അതായത് ഒരു കൺട്രോൾ ഇല്ല, ഒരു ഇന്റർനാഷണൽ കൺട്രോളാണ്. കാരണം ആ പ്ലേസ്, പ്രത്യേകിച്ച് മസ്ജിദുൽ അഖ്സ പോലുള്ള പ്രദേശങ്ങൾ രണ്ട് മതങ്ങൾക്കും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. കുറെ നബിമാരുടെ മൂന്ന് മതങ്ങൾക്കും വലിയ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലമാണ്. നബിമാരുടെ ഖബറുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ് മസ്ജിദുൽ അഖ്സ. ആ സ്ഥലം എന്നാൽ ഈ ഒന്നാം യുദ്ധം നടന്നതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഏകപക്ഷീയമായിട്ടായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇസ്രായേൽ വലിയൊരു ശക്തിയായിട്ട് മാറി. ഈ 45% കൊടുത്തിരുന്ന ഭാഗങ്ങൾ കൂടി ഇവർ കൈയേറാൻ തുടങ്ങി. യുദ്ധത്തിന് ശേഷം ഈജിപ്തിന്റെ കുറെ ഭാഗങ്ങൾ, അങ്ങനെ കുറെ ഭാഗങ്ങൾ ഇസ്രായേൽ കൈയേറാൻ തുടങ്ങി. അവിടെ തൊട്ട് പ്രശ്നം പിന്നെ കലുഷിതമാകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഇസ്രായേൽ സ്ഥാപിക്കപ്പെടുമ്പോൾ പൊതുവെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് അറബ് കൺട്രീസ് ഒന്നും കൂടുതൽ അംഗീകരിച്ചിട്ടില്ല. അവർക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അവരെല്ലാം ഈ ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിന്റെ ഭാഗമാണ് ഇതെന്ന് മാത്രമാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത്. ഇത് ആദ്യമായിട്ട് പിന്നീട് അംഗീകരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈജിപ്റ്റാണല്ലേ? ഈജിപ്റ്റാണ് രാഷ്ട്രമായിട്ട് 1970-കളിലാണ് ഇസ്രായേലിനെ രാജ്യമായി അംഗീകരിക്കുന്നത്. അതിനു മുമ്പ് വാർ നടന്നു, രണ്ടാം അറബ് വാർ. അതാണ് ഏറെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു 6 ദിവസം എല്ലാവർക്കും 6 ഡേയ്സ് വാർ. അതിൽ അറബ് കൺട്രീസ് പരാജയപ്പെടുകയാണ് ശരിയാണ് ചെയ്തത്. അപ്പോഴും വളരെയേറെ സ്ഥലങ്ങൾ ഇസ്രായേലിന് അത് അനുകൂലമായിട്ടാണ് ഉണ്ടായത്. അവർക്ക് കൂടുതൽ സ്ഥലങ്ങൾ ഇവർ കയ്യേറുകയും ഇസ്രായേൽ രാഷ്ട്രത്തെ വലുതാക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതിലേക്ക് ലോകത്തിന്റെ നാനാഭാഗത്തുള്ള പിന്നെയുള്ള ജൂത സെറ്റിൽമെന്റ്സുകൾ, ഇല്ലീഗലായിട്ടുള്ള സെറ്റിൽമെന്റ്സുകൾ വന്നുകൊണ്ടിരുന്നു. വർഷങ്ങളായി അവിടെ താമസിച്ചുകൊണ്ടിരുന്ന പലസ്തീനികളെയും അവിടുത്തെ മണ്ണിന്റെ അവകാശികളെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന മിലിറ്ററിയുടെ അടമ്പടിയോടുകൂടി അവർ വരാൻ ആദ്യമായ സാധനം ഫ്രീ ആയിട്ട് വീട് കിട്ടുന്നു, സ്ഥലം കിട്ടുന്നു. അങ്ങനെ പിന്നെ വംശീയത അവരിൽ ഉള്ളിലുണ്ട്. അങ്ങനെ ഉള്ള രീതിയിലും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും സെറ്റിൽമെന്റ്സുകൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. ഇതിനെല്ലാം പ്രതിരോധിക്കാൻ അവിടുത്തെ നാട്ടുകാർ പല ഓർഗനൈസേഷൻസും ഉണ്ടായിക്കൊണ്ടിരുന്നു. അതിന്റെ ഭാഗമായിട്ടുണ്ടായതാണ് മാത്രമല്ല കുറെ സംഘടനകള്, പല പല രീതിയിലുള്ള സംഘടനകള് ഇപ്പോഴും ഗസയിലും പലസ്തീനിലും. എനിക്ക് തോന്നുന്നു അതിനുശേഷം ഒരു ഒത്തുതീർപ്പിൽ വരുന്ന 1993 ഒസ്ലോ കരാറിലായിരിക്കും ഏകദേശം പിന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. ആദ്യമായി നമ്മൾ നോക്കേണ്ടത് ഇങ്ങനെ പലസ്തീൻ ഒരു ഓർഗനൈസ്ഡ് അല്ലായിരുന്നു. ഇസ്ലാം ഇങ്ങനെ ഇസ്രായേൽ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു രാഷ്ട്രമായിട്ട് ലോകം അംഗീകരിച്ച് അവിടെ കൊടുക്കുമ്പോഴും പലസ്തീന ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് രീതിയിലായി. അങ്ങനെ പല ഭാഗങ്ങൾ മാറി മാറിയാണ് കിടന്നത്. അതിന് അവസാനം അപ്പോൾ അവരെയൊക്കെ ഒരുമിച്ച് കൂട്ടി നിർത്താനാണ് ഈ സംഘടനകളും ഒക്കെ ഉണ്ടായത്. എന്നാൽ ഈ സായുധ പോരാട്ടങ്ങളായിരുന്നു ഇതിനെല്ലാം. ഇതിനെ ചെറുത്തു നിൽപ്പിന് വേണ്ടി ഇവർ കൂടുതലും ഉപയോഗിച്ചിരുന്നത് അവിടെ പോവുക, കുറച്ചുപേരെ ബന്ദികളാക്കി പിടിച്ചു വെക്കുക, പിന്നീട് അതിന് പകരമായി അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. പല ഫ്ലൈറ്റ് ഹൈജാക്കുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രത്തിന്റെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ. അതുപോലെ സായുധ പോരാട്ടങ്ങളിലൂടെ ഇവർ മുന്നേറിക്കൊണ്ടിരുന്നപ്പോൾ അത് ലോകത്തിന്റെ ഒരു വീക്ഷണത്തിൽ അതൊരു തീവ്രവാദ പ്രവർത്തനങ്ങളായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. അത് അംഗീകരിച്ചിരുന്നില്ല ലോകം. വലിയ സ്വീകാര്യത ഇവർക്ക് കിട്ടാതെ വന്നു. സ്വീകാര്യത സായുധ പോരാട്ടങ്ങളിലൂടെ ആയിരുന്നു മുന്നേറിക്കൊണ്ടിരുന്നത്. അവിടേക്ക്
അത് ലോകത്തിന്റെ ഒരു സ്വീകാര്യത ഇവർക്ക് കിട്ടുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് പോകാൻ വേണ്ടി യാസർ അറഫാത്തിനെ പോലുള്ള നേതാക്കളുടെ കീഴിൽ PLO പോലുള്ള ഓർഗനൈസേഷൻസ് ഉണ്ടായി. അവർ ഒരു ഡെമോക്രാറ്റിക് പരമായിട്ട് മുന്നേറാനുള്ള നീക്കങ്ങൾ നടന്നു. അതിന്റെ ഭാഗമായിട്ടാണ് കരാറുകൾ ഉണ്ടാകുന്നതും നയതന്ത്രജ്ഞന്മാരുമായിട്ട് സംസാരിക്കുന്നതും അങ്ങനെ പല രാഷ്ട്ര തലവന്മാരും ഇതിലേക്ക് UN-ഉമായിട്ടൊക്കെ ഇടപെട്ട് അവർ തമ്മിൽ അനുരജ്ഞ സംസാരങ്ങൾ ഉണ്ടാകുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന അതിനുശേഷമാണ് ഓർഗനൈസേഷൻസ് എല്ലാം. എന്നാൽ യഥാർത്ഥ പലസ്തീനികൾ അവർക്ക് ഇതിനോടൊന്നും ഒരിക്കലും ഇതിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ അവർക്ക് സാധിക്കില്ല. എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഗത്താണ് നീതി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഒരു പരിഹാരം, രക്തകലുഷിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിന് ചെറിയൊരു പരിഹാരം എന്ന നിലയിൽ ഇതൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെയാണ് ആദ്യം ഓസ്ലോ കരാറിലേക്കൊക്കെ എത്തുന്നത്. 1993 കാലഘട്ടങ്ങളിലുള്ള ഇതിലേക്ക് നേതാക്കളായിട്ട് വരുന്നത് ഈ 6 days അറബ് വാർ ഉണ്ടായിരുന്നല്ലോ, അതിൽ ഇസ്രായേൽ വൺ ചെയ്ത. അപ്പം ഇസ്രായേലിന്റെ അന്ന് നേതൃത്വം വഹിച്ചിരുന്ന ആരായിരുന്നു? ഇറ്റ്സാക്ക് റബിൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് പിന്നീട് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് നേതാവായിട്ട് ഈ ഓസ്ലോ കരാറിലേക്ക് വരുന്നതും പലസ്തീനെ പ്രതിനിധീകരിച്ചുകൊണ്ട് യാസർ അറഫാത്തും വരുന്നു. അങ്ങനെ ഓസ്ലോ കരാറിനെ പറ്റി നമുക്കറിയാവുന്നതാണ്. പലസ്തീന്റെ ആളുകൾക്ക് വലിയ അവരുടെ അവകാശങ്ങൾക്ക് പൂർണ്ണമായും അംഗീകരിച്ചു കൊടുക്കുന്നില്ല എങ്കിലും ഓസ്ലോ കരാറിനകത്ത് പലസ്തീൻ സ്റ്റേറ്റിനെ അംഗീകരിച്ചില്ല. ഒരു താൽക്കാലിക പരിഹാരം എന്ന നിലയിൽ ഒരു സമാധാനത്തിന്, അതുവരെ ഇങ്ങനെ അക്രമം ശക്തമായ സമാധാനത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഓസ്ലോ കരാർ. അത് സാധാരണ ജനങ്ങൾ പലസ്തീനിലെയും ഇസ്രായേലിലെ ജനങ്ങളൊക്കെ വളരെ അതിനെ സ്വീകാര്യതയോടെയാണ് സ്വീകരിച്ചത്. വളരെ താല്പര്യത്തോടെയാണ് സ്വീകരിച്ചത്. നമുക്ക് കാണാൻ എക്സ്ട്രീമിസ്റ്റുകൾക്ക് സ്വീകരിച്ചില്ല. അവർക്ക് അനീതിയിലൂടെ ഒരു രാഷ്ട്രം കിട്ടുകയും ചെയ്തു. എന്നാൽ ബാക്കിയുള്ളതും കൂടെ കിട്ടണമെന്നുള്ള ഒരു ഗ്രീഡാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അതിന്റെ പുറത്താണ് പിന്നീട് ആക്രമണം ഉണ്ടായിത്തീരുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും പിന്നീട് നോബൽ പ്രൈസ് തന്നെ കിട്ടിയിട്ടുണ്ട്. യാസർ അറഫാത്തിനും ഇസ്ഹാഖ് റബിനും ലോകം നോബൽ പ്രൈസ് നൽകി ആദരിക്കുകയുണ്ടായി സമാധാനത്തിന് വേണ്ടി മുന്നോട്ട് നിന്നത്. അങ്ങനെ ഇത് 93 ഇവര് ഓസ്ലോ കരാറിൽ പങ്കെടുത്തു. 94 നോബൽ പ്രൈസ് കിട്ടി. 95 ആയപ്പോഴത്തേക്ക് ഇറ്റ്സാക്ക് റബിനെ ജൂയിഷ് എക്സ്ട്രീമിസ്റ്റുകൾ വധിക്കുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് വലിയ പ്രക്ഷോഭങ്ങൾ ഇസ്രായേലിലുണ്ടായി. അങ്ങനെ ഒരു 2 വിങ്ങായിട്ട് മാറി. എക്സ്ട്രീമിസ്റ്റ് വിങ്, മറ്റേ സയനിസ്റ്റ് ആശയങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു വിങ്ങും, അല്ലാതെ സാധാ ജനങ്ങൾ. അതെല്ലാ രാഷ്ട്രത്തും ഉണ്ടല്ലോ. യുദ്ധക്കെടുതി രണ്ടുപേരെയും ഒരേപോലെ ബാധിക്കും. സാധാരണ ആളുകൾക്കും അത് ബാധിക്കും, എക്സ്ട്രീമിസ്റ്റുകൾക്കും ബാധിക്കും. അതേപോലെ ഫലസ്തീനിലും ഉണ്ട്. ഫലസ്തീനികള് സമാധാനം ആഗ്രഹിക്കുന്നവരും സമാധാനത്തിലൂടെ ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ ഇത്രയും നാൾ പോരാടിയിട്ടും ഒന്നും കിട്ടിയിട്ടില്ല. ആ മാർഗത്തിലൂടെ സഞ്ചരിച്ചാലും നമ്മളുടെ മണ്ണ് വീണ്ടും പോകത്തേ ഉള്ളൂ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. കാണാൻ സാധിക്കുന്നത് ഇവര് സമാധാനത്തിന് വേണ്ടി മുന്നോട്ടിറങ്ങുന്നു. സമാധാന വാഗ്ദാനവുമായിട്ട് പലവരും വരുന്നു. എന്നാൽ അതിലൂടെ ഇവർക്ക് കൂടുതൽ ഇവരുടെ ജീവിതം കലുഷിതമായി മാറുന്നതേ ഉള്ളൂ. ഇല്ലീഗലായിട്ടുള്ള സെറ്റിൽമെന്റ്സ് ഇപ്പൊ നമ്മൾ ലേറ്റസ്റ്റ് ചരിത്രം ഇനി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അതിനുശേഷം പല യുദ്ധങ്ങളും നടന്നിട്ടുണ്ട്. അതിന്റെ എല്ലാം കൂടുതൽ കെടുതികൾ അനുഭവിച്ചത് പലസ്തീൻ ജനതയാണ്. എനിക്ക് തോന്നുന്നു PLO കുറച്ചും കൂടെ സമാധാനം ആഗ്രഹിച്ചതും അതിൽ നിന്ന് മാറി ചിന്തിച്ച് ഹമാസ് പോലുള്ള റെസിസ്റ്റൻസിന്റെ ഭാഗമായി ഒന്നും കിട്ടുന്നില്ല, ഇത്രയും വർഷമായിട്ട് ഒന്നും കിട്ടുന്നില്ല, നമ്മളുടെ മണ്ണുകളെല്ലാം പൊക്കോണ്ടിരിക്കുക എന്ന ഭാഗമായിട്ടായിരിക്കാം ഹമാസ് ഓർഗനൈസേഷൻ വരുന്നതും. ഇങ്ങനെ ഹമാസ് ഇങ്ങനെ ഉണ്ടായ ഓർഗനൈസേഷൻ ഒരു ഓർഗനൈസേഷൻ മാത്രമല്ല, അവര് ചർച്ചയാവുന്നത് പിന്നീട് 2006 തെരഞ്ഞെടുപ്പിൽ ഗസയിൽ അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായി, അധികാരത്തിൽ വരും. അതിനുശേഷമാണ് ഹമാസ് വേൾഡ് വൈഡ് ആയിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. എന്നാൽ ഈ വെസ്റ്റ് ബാങ്കിലെ അവസ്ഥ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വളരെ PLO തന്നെയാണ്. PLOയുടെ അന്വേഷണത്തിലായിരുന്നു. എന്നാൽ 2020 കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ 6 ലക്ഷം മുതൽ 7 ലക്ഷം വരെ ഇല്ലീഗൽ സെറ്റിൽമെന്റ്സ് അവിടെ ഉണ്ടായി. ആ ഒരു പ്രദേശത്ത് ജൂത കുടിയേറ്റങ്ങൾ അത്രയ്ക്ക് 6 ലക്ഷത്തോളം 7 ലക്ഷം വരെ കണക്കുകൾ അനുസരിച്ച് അത്രയും ഇല്ലീഗൽ സെറ്റിൽമെന്റ്സ് ഉണ്ടാവുന്നു. ഇല്ലീഗൽ സെറ്റിൽമെന്റ്സ് എന്ന് പറയുമ്പോൾ തുറസായ സ്ഥലങ്ങളിലേക്ക് അവർ വരാം. പിന്നെ അവിടെ താമസിച്ചുകൊണ്ടിരുന്ന ജനങ്ങളെ ആക്രമിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കി അഭയാർത്ഥി ക്യാമ്പുകൾ നമ്മൾ പണ്ട് തൊട്ടേ റഫേൽ അഭയാർത്ഥി ക്യാമ്പുകൾ അങ്ങനെ പല അഭയാർത്ഥി ക്യാമ്പുകളും കേൾക്കുന്നു. ഇങ്ങനെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ്, യുദ്ധങ്ങളിലൂടെയും പുറത്താക്കപ്പെട്ടവരാണ്. അവർ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് മാറുന്നു. അവിടെ ഇല്ലീഗലായിട്ട് ആളുകളെ കൊണ്ടുവന്ന് പാർപ്പിക്കുന്നു. കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് എനിക്ക് തോന്നുന്നു മാപ്പ് എടുത്ത് നോക്കിയാൽ ഇസ്രായേൽ 1948 മാപ്പും ഇന്നത്തെ ഇസ്രായേലിന്റെ മാപ്പും എടുത്ത് നോക്കിയാൽ സെറ്റിൽമെന്റ്സ് വളരുന്ന രീതി. ഇതിനെപ്പറ്റി ഫസ്റ്റ് ആയിട്ട് നമ്മളൊരു വിഷയത്തെ പഠിക്കാനായിട്ട് ഇറങ്ങുന്ന ഒരാള് ഫസ്റ്റ് നമ്മൾ മാപ്പ് നോക്കിയാൽ മനസ്സിലാവുന്നത് ഇതെന്താണ് പലസ്തീൻ എന്നുള്ള നോക്കുമ്പോൾ ഇങ്ങനെ മാപ്പിൽ ഇങ്ങനെ പച്ച കളറിലുള്ള ഇങ്ങനെ കുത്തുകുത്തായിട്ട് ഇങ്ങനെ പല സ്ഥലത്തായിട്ട് ചെതറി കിടക്കുന്ന കാണാം. നടുക്ക് കുറച്ച് സ്ഥലം ഇസ്രായേലിന്റെ ആണ്. അപ്പോൾ തന്നെ അവള് 2 രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഇതാണ്. ഇന്ന്
വിചാരിച്ച് മുൻധാരണയോടുകൂടിയാണ് ഇതിലേക്ക് കടക്കുന്നത്. എന്നാൽ നോക്കുമ്പോൾ അവിടെ പലസ്തീനുള്ള രാഷ്ട്രം കാണാൻ സാധിക്കില്ല. അത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇവര് യുദ്ധങ്ങളിലൂടെ കൈയടക്കുന്നതും ഇല്ലീഗലായിട്ടുള്ള സെറ്റിൽമെന്റ്സുകളിലൂടെ ആണ്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2006 ഹമാസ് അധികാരത്തിൽ വരുവാണ്. കാരണം ഒരു ഗസയിലെ ജനപിന്തുണയോട് കൂടിയാണ് ഹമാസ് അധികാരത്തിൽ വരുന്നത്. ഈ അധികാരത്തിൽ വന്നതിന് ശേഷം ഗസയ്ക്ക് മേളിൽ ഭയങ്കര ഉപരോധമാണ് ഈ ലോകരാജ്യങ്ങൾ മൊത്തത്തിൽ ഏർപ്പെടുത്തുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ഹമാസിന് ലോകരാജ്യങ്ങൾ മൊത്തം അംഗീകരിക്കപ്പെടുന്ന ഒരു സംഘടനയല്ല. അംഗീകരിക്കുന്നവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. എന്നാൽ ഇന്നിവിടെ ഹമാസ് തീവ്രവാദികളിൽ നിന്ന് നമ്മുടെ രാജ്യത്ത് അറിവില്ലാതെ പറഞ്ഞു നടക്കുന്നുണ്ട്. എന്നാൽ UN പോലും അവര് ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിട്ട് ലിസ്റ്റിൽ ഹമാസ് ഉൾപ്പെടില്ല. റെസിസ്റ്റൻസ് മൂവ്മെന്റ് ആയിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹമാസ് അതെ, പക്ഷേ യുഎന്റെ ലിസ്റ്റിലും അങ്ങനെ മറ്റു കാര്യങ്ങളിലും ഇന്ത്യയും തീവ്രവാദി സംഘടനയായിട്ട് മുദ്ര കുത്തിയിട്ടില്ല. അതെ, ഇതുവരെ ഈ ഉപരോധം കടുത്തപ്പോൾ അവർക്ക് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ട്. ഗസ പിന്നീട് ഒരു അടഞ്ഞ ജയിലായിട്ടാണ് അടഞ്ഞ ജയിലെന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഒരു തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷനോ അല്ലെങ്കിൽ മറ്റുള്ള ചരക്ക് നീക്കങ്ങളൊക്കെ തടയപ്പെട്ടു. നമുക്കൊരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോകുമ്പോഴായാലും കുറെ സൈനിക ചെക്ക് പോസ്റ്റുകളാണ്. രോഗികളായിട്ട് പോകുന്ന ആംബുലൻസുകൾ പോലും സൈന്യത്തിന്റെ അതും അന്യദേശത്തുള്ള ഒരു സൈന്യം വന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ആ ചെക്ക് പോസ്റ്റുകളിൽ കിടന്ന് രോഗികൾ മരിക്കുന്ന അവസ്ഥ, അതൊക്കെ ഭയങ്കര നമുക്ക് തന്നെ അത് ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസാക്ഷി പിടിച്ചു കുലുക്കുന്ന സംഭവങ്ങളാണ്. അപ്പൊ പിന്നീട് ഈ ഗസയിലുള്ള ആളുകൾ കണ്ടുപിടിച്ച ഒരു മാർഗമാണ് ടണൽസ്. തുരങ്കങ്ങൾ വഴിയാണ് പിന്നെ ട്രാൻസ്പോർട്ടേഷൻസ് കൂടുതൽ നടക്കുന്നത്. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ കൂടുതൽ നടക്കുന്നത് തുരങ്കങ്ങൾ കൂടിയാണ്. അപ്പൊ അത് ഒരു സയനിസ്റ്റ് ഭീകരൻ കണ്ടുപിടിച്ച അല്ലെങ്കിൽ സയനിസ്റ്റ് ആർമി അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതില് വേസ്റ്റ് വാട്ടർ പാസ് ചെയ്തിട്ട് ആ ടണൽസ് നശിപ്പിക്കലാണ് ഇവരുടെ മറ്റൊരു ഇഷ്ടവിനോദം. അപ്പം പല രീതിയിൽ ഗസയിലുള്ള ആളുകളെ അന്ന് തൊട്ടേ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ അവരെ ഒരു നേരത്തെ തൗഫീഖ് പറഞ്ഞതുപോലെ ഒരു ജയിലറ എന്ന് വേണമെങ്കിൽ തന്നെ ഗസയെ വിശേഷിപ്പിക്കും. 2006 ശേഷം പിന്നെ അങ്ങോട്ട് ഇവരുടെ റെസിസ്റ്റൻസ് മൂവ്മെന്റ്സ് ആയിരിക്കും നമ്മൾ പിന്നെ കാണാൻ സാധിക്കുന്നല്ലേ. ഇവരുടെ ഈ ഗസയുടെ നിന്നുള്ള ചെറിയ നേരത്തെ പറഞ്ഞ പോലെ റെസിസ്റ്റൻസ് അവരുടെ അതെ ഓരോ ജനങ്ങളിലേക്ക് എത്തിക്കാൻ, ലോകത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ആൾക്കാർ പിന്നീട് അനേകം പോരാട്ടങ്ങൾ നടന്നതായി കാണാം. അവസാനമായി ഇപ്പോൾ നടന്ന യുദ്ധത്തിന് തൊട്ട് മുമ്പ് 2 വർഷം മുമ്പ് അന്നും ഇതുപോലെ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം ചർച്ചയായതാണ്. 2020 ഇതുപോലെ യുദ്ധം നടന്നു. അന്നും പലസ്തീനികളാണ് അധികവും. ഇന്നിപ്പോൾ മരണസംഖ്യ 50,000-ത്തിനടുത്ത് എത്തിയിട്ടുണ്ട്. എന്നിട്ടും ഇന്നത്തെ യുദ്ധം അതിനു മുമ്പത്തെ പ്രാവശ്യം 20,000-ത്തോളം ആയിരുന്നു. അന്ന് പിന്നെ സമാധാന ചർച്ചകളിലൂടെ അത് നിന്നു. എന്നാൽ 2006 ഈ ഉപരോധം വന്നില്ല. അപ്പം പലപ്പോഴും ഈ ഇസ്രായേലി നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് അവർ ഹമാസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്നാണ്. അതായത് സിവിലിയൻസിനെ ഒരു തരത്തിലും അവർ അറ്റാക്ക് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് പത്രസമ്മേളനങ്ങളിലായാലും അല്ലെങ്കിൽ മീഡിയകൾ പോലും പലപ്പോഴും അവകാശപ്പെട്ടിട്ടുള്ളത്. പക്ഷേ നാം ഒന്ന് മനസ്സിലാക്കണം, ഈ ഇസ്രായേലി ഇന്റലിജൻസ് അഥവാ മൊസാദ് ഭയങ്കര പ്രിസൈസ്ഡ് ആയിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്ന ഒരു ടീമാണ്. അതായത് ലോകത്തിലെ വലിയ നേതാക്കളെ പോലും വളരെ പ്രിസൈസ് ആയിട്ടുള്ള ആക്രമണത്തിൽ അവരെ മാത്രം വധിക്കുന്ന രീതി മൊസാദിന്റെ മാത്രം പ്രത്യേകതയാണ്. ലോകത്തിന്റെ പല മുക്കിലും മൂലയിലും അവർക്ക് സ്പൈ നെറ്റ്വർക്ക് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇന്റലിജൻസ് സംഘടനയാണ് ഈ ഹമാസിനെ ആക്രമിക്കുന്നു എന്ന രീതിയിൽ കൊണ്ടുവന്നിട്ട് അവിടുത്തെ മൊത്തം സിവിലിയൻസിനെ ആക്രമിക്കുന്ന ഒരു പ്രവണത ഇപ്പോഴും അത് തന്നെയാണ് നടക്കുന്നത്. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ജീനോസൈഡാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതും അവരുടെ കൺട്രോളിൽ ഇരിക്കുന്ന സ്ഥലമാണ് ഗസ. അതെ, ഇസ്രായേലിന്റെ കൺട്രോളിൽ എനിക്ക് തോന്നുന്നു കേരളത്തിനേക്കാൾ കുറഞ്ഞ ഏരിയ അല്ലേ ഉള്ളൂ ഗസ. 40x20 എന്നാണ് എന്റെ ഓർമ്മ. 40 കിലോമീറ്റർ 20 കിലോമീറ്റർ അത്രയാണ് അതിന്റെ. പക്ഷെ അതിന്റെ പോപ്പുലേഷൻ ഭയങ്കര താരതമ്യം പോപ്പുലേഷൻ ഡെൻസിറ്റി ഭയങ്കര കൂടുതലാണ്. നിരങ്ങിയാണ് ആൾക്കാർ താമസിക്കുന്നത്. അപ്പൊ ഒരു ബോംബ് വീണാനുള്ള അല്ലെങ്കിൽ ഒരു ആക്രമണം നടന്നാൽ എത്രത്തോളം കാഷ്വാലിറ്റി ഉണ്ടാകുന്ന നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. അഫ്സൽ പറഞ്ഞപ്പോ എനിക്ക് തോന്നിയത് ഒരു യാത്ര വിവരണമുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു മാധ്യമപ്രവർത്തകൻ ഫലസ്തീനിൽ പോയി അവിടുത്തെ നേർക്കാഴ്ചകൾ വിവരിക്കുന്ന വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുള്ള ഒരു യാത്ര വിവരണം, ഗസ പോരാളികളുടെ പരദീസ. എനിക്ക് തോന്നുന്നു സീതാബോധ് എഴുതിയ അപ്പം അതിൽ അദ്ദേഹം പല ഈ കഥകളൊക്കെ വിവരിക്കുന്നുണ്ട്. നമ്മുടെ ഗസയിൽ നമ്മൾ ഇന്ന് കാണുന്ന ആസ്പെക്റ്റുകളൊക്കെ നമ്മൾ മാറ്റിമറിക്കുന്നു. അല്ലെങ്കിൽ ഫലസ്തീൻ ജനതയോടുള്ള ആ രീതി, ഫലസ്തീൻ ജനതയുടെ സ്വീകരണം, ഇന്ത്യൻ ആണെന്ന് പറയുമ്പോഴുള്ള ആ ഫലസ്തീൻ ജനതയുടെ സ്വീകരണം, അത് വളരെ മനോഹരമായ രീതിയിൽ ഫലസ്തീൻ എന്താണ്, ഗസ എന്താണ്, അവിടെ നടക്കുന്ന സംഭവങ്ങൾ ഒക്കെ വളരെ മനോഹരമായിട്ട് വിവരിച്ചിട്ടുണ്ട്.
അവരുടെ ഡിഫൻസ് മെറ്റീരിയൽസ്, അതായത് അവർ ഏതൊരു പ്രവൃത്തി ചെയ്താലും കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാ തരത്തിലുള്ള പ്രായക്കാരും ഏതൊരു പ്രവൃത്തിയാണെങ്കിലും അതൊരു ഡിഫൻസ് മെറ്റീരിയൽ ആയിട്ടാണ് use ഡിഫൻസ് എന്ന് നമ്മളിവിടെ പൊതുവെ പറയുമ്പോൾ നമുക്ക് അവരോട് ഒരു ദേഷ്യം തോന്നാം, സമാധാനം ആഗ്രഹിച്ചൂടെ ഡിഫൻസ്. എന്നാൽ നമുക്കൊരു ഒരു 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 സെയിങ് ഉണ്ട് ഇംഗ്ലീഷിൽ, ഇഫ് യു ആർ ടോളറന്റ് ഓഫ് എവരിതിങ് യു സ്റ്റാൻഡ് ഫോർ നത്തിങ്. അപ്പൊ അനീതിക്കെതിരെ പോരാടുമ്പോഴാണ് അവിടെ നീതി സ്ഥാപിതമാകുന്നത്. അവരുടെ വിദ്യാഭ്യാസം ഒരു പ്രതിരോധമാണ്. അസമത്വത്തിനെതിരെ പോരാടുമ്പോഴാണ് സമത്വം അവിടെ സ്ഥാപിതമാകുന്നത്. അവർ അരാജകത്വത്തിനെതിരെ പോരാടുമ്പോഴാണ് അവിടെ സമാധാനം സ്ഥാപിതമാകുന്നത്. അങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങളും പറയാം. അപ്പോൾ ഇവര് എല്ലാത്തിനോടും ക്ഷമിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നിനു വേണ്ടി നിലകൊള്ളുന്നില്ല. അപ്പോൾ ഇവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് പോരാടുന്നത്. അവകാശങ്ങൾ നിഷേധിക്കുന്നതിനെതിരെ വർഷങ്ങളായി നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾ തിരിച്ചു പിടിക്കാൻ വേണ്ടി അവരെല്ലാ മാർഗങ്ങളും നമുക്ക് നമ്മുടെ മുന്നിൽ തന്നെ എക്സാമ്പിൾസ് ഉണ്ടല്ലോ. നമ്മുടെ നാട് മറ്റൊന്ന് കയ്യേറിയ ഒരു നാടാണ്, അതായത് ബ്രിട്ടീഷുകാർ കുറെ നാട് ഭരിച്ച നാടാണ് നമ്മുടെ ഇന്ത്യ. നമ്മുടെ അവകാശങ്ങൾ ഉറപ്പായിട്ടും നമ്മൾ തിരിച്ചു പിടിക്കണം. മറ്റൊരു വൈദേശികൻ വന്ന് ഭരിക്കേണ്ട നാടല്ല നമ്മുടെ നാട്. നമുക്ക് ഉത്തമ ബോധമുള്ള, നമ്മളത് അനുഭവിച്ചിട്ടുള്ള ആളുകളാണ് നമ്മുടെ പൂർവികർ. നമ്മുടെ നാട് അങ്ങനെ തിരിച്ചു പിടിച്ചതാണ്. അപ്പൊ നമുക്കത് സ്വാഭാവികമായിട്ട് അറിഞ്ഞിരിക്കണം. മറ്റൊരു രാജ്യത്തിന്റെ അതിക്രമം നമ്മുടെ നാടുകൾ വരുമ്പോൾ ഉള്ള ഒരു പ്രശ്നം ജൂത സമൂഹത്തിന്റെ അനുഭവിച്ച പീഡനങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലോകത്തിന്റെ പല ഭാഗത്തും ഇവർ അക്രമങ്ങൾ അനുഭവിച്ചെങ്കിലും മുസ്ലിം ഭരണാധികാരികൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ, ഒട്ടോമൻ എംപയറിന്റെ കീഴിൽ, അങ്ങനെ പല കാലഘട്ടങ്ങളിലും മുസ്ലിം ഭരണാധികാരികൾക്ക് കീഴിലായിരുന്നു ജൂതന്മാരുടെ ഏറ്റവും നല്ല കാലഘട്ടം. ഐബീരിയൻ പെനിൻസുലയിലെ മുസ്ലിം ഭരണാധികാരികൾക്ക് കീഴിലുള്ള ജൂത സംസ്കാരത്തിന്റെ കാലഘട്ടത്തിനാണ് ഗോൾഡൻ എറ എന്ന് പറയുന്നത്. ജൂത സംസ്കാരത്തിന്റെ ഗോൾഡൻ എറ എന്ന് ഇന്നും നമുക്ക് നോക്കിയാൽ സാധിക്കുന്നതാണ്. അത് പറയുന്നത് തന്നെ മുസ്ലിം രാജ്യത്തിന്റെ കീഴിലാണ്. അതുകൂടെ നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കുന്നത്. ഒരു വലിയ വിശാല സംഭവമാണ് ഇത്. ഇന്നോ അല്ലെങ്കിൽ നാളെയോ മുത്തൊരുന്നാ പോലും ചർച്ച ചെയ്ത് തീരാത്തത്രയും വലിയ സംഭവമാണ്. പിന്നെ വരുന്നത് ഇപ്പോൾ ഒരു ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഡേറ്റ് ആണ് October 7. അന്ന് നടന്ന വസ്തുത എന്താണ്, അതിന്റെ വസ്തുത, അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. October 7 നടന്ന ആക്രമണം നിഷ്പക്ഷമായി നമുക്ക് വിലയിരുത്തുകയാണെങ്കിൽ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് അതിനെ വിലയിരുത്താം. ഒരു ഉദാഹരണം എല്ലാവരും പറയുന്ന ഒരു ഉദാഹരണമാണ്. ഉദാഹരണം എന്ന് വെച്ചാൽ ഒരാൾ ഒരു വീട്ടിൽ താമസിക്കുന്നു, അദ്ദേഹം നല്ല രീതിയിൽ താമസിക്കുന്നു. അപ്പം പുറത്തു നിന്നൊരു അതിഥി കുറച്ച് പുറത്തു നിന്നുള്ള ആക്രമണങ്ങൾ ഭയന്നുകൊണ്ട് അഭയത്തിന് വേണ്ടി ഒരു വീട്ടിലേക്ക് വരുന്നു. ആ വീട്ടിലെ ഗൃഹനാഥൻ അദ്ദേഹത്തിന് ആ വീട്ടിലേക്ക് അനുവാദം കൊടുക്കുന്നു, അദ്ദേഹത്തിന് സഹായങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ആ അതിഥി ഗൃഹനാഥനെ ആക്രമിക്കാൻ തുടങ്ങുന്നു. ഗൃഹനാഥനെ ആ അതിഥി ഒരു റൂമിലേക്ക് പൂട്ടിയിടുന്നു. അദ്ദേഹത്തിന് വേണ്ട ഭക്ഷണങ്ങളും ബാക്കി കാര്യങ്ങളും ഈ അതിഥിയാൽ കൊടുക്കപ്പെടുന്നു. അങ്ങനെ കുറെ നാൾക്ക് ശേഷം നിരന്തരമായി ആ അതിഥിയെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നു. അതിഥി ഗൃഹനാഥനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ചു നാൾക്ക് ശേഷം ഈ ഗൃഹനാഥൻ പൂട്ടിയിട്ട വാതിലുകൾ തല്ലിപ്പൊളിച്ചുകൊണ്ട് അകത്തേക്ക് പ്രവേശിക്കാൻ, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ, അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പ്രവേശിക്കാൻ, അദ്ദേഹം സ്വന്തം വിയർപ്പും ചോരയൊക്കെ ഒഴുക്കി പണിത വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ആക്രമണത്തിൽ ഏതെങ്കിലും ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു മുതിർന്ന പുരുഷനോ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ന്യായീകരിക്കാൻ വകുപ്പില്ല. അങ്ങനെ ഒരു റെസിസ്റ്റൻസിന്റെ ഭാഗമാണെങ്കിലും അങ്ങനെ ഒരു ഇത് നടന്നിട്ടുണ്ടെങ്കിൽ ന്യായീകരിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമുക്കറിയാം IDF ഇതുവരെ ഒരു കുട്ടി മരണപ്പെട്ടതായിട്ടോ അല്ലെങ്കിൽ കുട്ടികൾ കൊല്ലപ്പെട്ടതായിട്ടോ അവർ പറയുന്നില്ല. നുണപ്രചാരണങ്ങൾ മാത്രമാണ് നമ്മളുടെ അറിവിലേക്ക് വരുന്നത്. കുറെ നമ്മളെ സുഹൃത്തുക്കളും എന്റെ കുറെ സുഹൃത്തുക്കളൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നു. അവർക്ക് വാട്സാപ്പിലൊക്കെ കുറെ മെസ്സേജുകളായിരുന്നു. ഇസ്രായേലിന്റെ തുടക്കം തൊട്ടേ നമ്മൾ നോക്കുമ്പോൾ വളരെ നുണപ്രചാരണങ്ങൾ ഇവരുടെ മുഖ്യ ആയുധമാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവർ ഉണ്ടാക്കിയിട്ടാണ് നുണപ്രചാരണം ഇറങ്ങുന്നത്. ഇന്ന് ഫസ്റ്റില് October 7 ആക്രമണം അവർ മുൻകൂട്ടി കണ്ടിരുന്നോ ഇല്ലയോ എന്ന് നമുക്ക് കറക്റ്റ് അറിയാൻ സാധിക്കുന്നില്ല. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അറിഞ്ഞിരുന്നില്ല എന്നാണ്. എന്നാലും നമുക്കത് വിശ്വസിക്കാൻ വളരെ കുറവാണ്. കാരണം ഒരു കുറച്ച് കുഞ്ഞ ഏരിയ, അതില് നിരീക്ഷണ ക്യാമറ ഉൾപ്പെടെ ആധുനിക സംവിധാനങ്ങൾ വെച്ച് ഇസ്രായേൽ എപ്പോഴും 24/7 വാച്ച് ചെയ്യുന്നത്. ഈ പൊളിച്ചു കയറിയ മതിലെന്ന് പറയുന്നത് അതിനകത്ത് ഈ ഓട്ടോമാറ്റഡ് ഗൺസ് ആണുള്ളത് ഫുള്ള്. അതിന്റെ എത്രയോ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഹെഡ് ഷോട്ട് ആണ്. അവിടെ അതിന്റെ അടുത്തേക്ക് എത്തിയാൽ തന്നെ മരണപ്പെടുന്ന സൈസുള്ള ഓട്ടോമാറ്റിക് ഡിറ്റക്ട് ചെയ്ത് അവിടെ ആളെ കൊല്ലുന്ന രീതിയിലുള്ള ഗണ്ണുകളാണ്. എന്നാൽ അതൊക്കെ പൊളിച്ചാണ് ഇവർ അന്ന് അകത്തേക്ക് ചരിത്രപരമായ ഒരു പ്രതിരോധം തന്നെയാണ് ഇതുവരെയുള്ള ചരിത്രത്തിൽ വെച്ച് ചരിത്രമായ ഒരു പ്രതിരോധം തന്നെയാണ് നടന്നിരിക്കുന്നത്. വലിയ തിരിച്ചടി. എന്നാൽ അത് അന്ന് തൊട്ട് നമ്മൾ നോക്കുമ്പോൾ ഇന്ന് വരെ, ഇന്നിപ്പോ 6 മാസത്തോളമുള്ള അക്രമങ്ങൾ ഇന്ന് മുന്നോട്ട് നടന്നില്ല. അന്ന് മുതൽ നുണപ്രചാരങ്ങളിലൂടെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ തങ്ങൾ സമാധാന പ്രിയരാണ്, സമാധാനത്തിന് വേണ്ടി പൊരുന്നവരാണെന്ന് കാണിക്കാൻ വേണ്ടി ഇവർ അനേകം നുണപ്രചാരണങ്ങൾ. അതിന്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ വന്നതാണ് 40 കുഞ്ഞുങ്ങളെ തലയർത്തം പറഞ്ഞുള്ള. അത് വലിയ ഒരു നുണയായിരുന്നു ഇന്ന് ബാക്കിയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ തന്നെ എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു.
ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായ പല ജേർണലിസ്റ്റുകളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ നുണപ്രചരണം വ്യാപകമായിട്ട് ഇങ്ങനെ വൈഡ് സ്പ്രെഡ് ചെയ്ത് പിന്നെ കരിഞ്ഞു പോയ പല കുട്ടികളുടെയും അതൊക്കെ അതിന്റെയൊക്കെ ഫേക്ക് ആയിരുന്നെന്ന് ഇന്ന് ബുദ്ധിമുട്ടുകൾ അതിനെപ്പറ്റി അതിന്റെ പിന്നാമ്പറങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി. ഇന്നും IDF-ന്റെ പേരിൽ നിലനിൽക്കുന്ന വീഡിയോകൾ തന്നെയുണ്ട്. ഹമാസിനെ പറ്റി, അൽ ഷിഫ ഹോസ്പിറ്റലിന്റെ, ഇന്ന് അത് പൂർണ്ണമായും തകർക്കപ്പെട്ടു. അവിടുത്തെ വിഷയങ്ങളൊക്കെ വളരെ ഏതൊരു മനസാക്ഷിയുള്ള മനസ്സിനെയും നോയിപ്പിക്കുന്ന സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ താഴ്ഭാഗത്ത് തന്നെ ഹമാസിന് വലിയ കേന്ദ്രമുണ്ട്, ആശുപത്രിക്ക് താഴെ. അതിനകത്ത് അവരുടെ സജ്ജീകരിക്കുന്നുള്ള രീതിയിൽ വീഡിയോ തയ്യാറാക്കി IDF ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ പേജിൽ തന്നെ അവർ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നുണപ്രചാരണം ഒരു വലിയൊരു ആയുധമായിട്ടാണ് ലോകത്തിന് മുന്നിൽ തങ്ങൾ സമാധാനപ്രിയരാണ് എന്ന് കാണിക്കാൻ വേണ്ടി, ആക്രമിക്കപ്പെടുന്നവരാണെന്ന് കാണിക്കാൻ വേണ്ടി ഇവർ അനേകം നുണപ്രചാരണം നടത്തിയിട്ടുണ്ട്. വളരെ കുറച്ച് ജേർണലിസ്റ്റുകൾ, മൊർത്താസ് അസീസിനെ പോലത്തെ വളരെ കുറച്ച് സത്യസന്ധരായ മാധ്യമപ്രവർത്തകര് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ കൂടിയും മറ്റും അവിടെ നടക്കുന്നത് വിഷയങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ഇത് ഇന്ന് അനേകം ചർച്ചയാവാൻ കാരണം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയുടെ ഒരു കടന്നുകയറ്റം. ലോകത്തിലെ മുഴുവൻ ജനതയ്ക്ക് മുന്നിലൂടെ അവരുടെ ഓരോ ഇതുകളും പണ്ട് മുതലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ സെറ്റിൽമെന്റ്സ് ഉണ്ടാകുന്ന കാലം തൊട്ടുള്ള അതിന്റെ വിഷ്വൽസ് ഒക്കെ നമ്മൾ കാണുന്നതാണ്. എന്നാൽ എല്ലാവരിലേക്കും എത്തുന്ന രീതിയിൽ അതിന്റെ വിഷ്വൽസ് മനസാക്ഷി നടക്കുന്ന രീതിയിലുള്ള, അതായത് പല യുദ്ധ നിയമങ്ങളും ഇവരെ തെറ്റിക്കുന്നുണ്ട്. യുദ്ധ നിയമങ്ങളെല്ലാം ഏകദേശം, അതായത് വൈറ്റ് ഫോസ്ഫറസ് പോലുള്ള മാരക കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട് ഇവര്. അതൊക്കെ നമ്മള് രാജ്യങ്ങൾ മൊത്തവും എതിർക്കുന്ന ഒരു സംഭവമാണ് വൈറ്റ് ഫോസ്ഫറസ് യുദ്ധത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. വളരെ ഭയങ്കര പെനിട്രേറ്റ് ചെയ്ത് ബോണിലോട്ട്. എന്നിട്ടും അവർ ഇത്രയും എല്ലാവരുടെയും മുന്നിൽ തുറന്നൊരു സത്യമാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. കുട്ടികളെയാണ് വധിക്കുന്നത്. കുട്ടികൾ മാത്രമുള്ള സ്ഥലം, കുട്ടികളും സ്ത്രീകളും വൃദ്ധന്മാരും മാത്രം ഉള്ള സ്ഥലം. അവിടെ ഒരു ഹമാസും ഇല്ലാത്ത വെസ്റ്റ് ബാങ്കിൽ അക്രമം നടക്കുന്നുണ്ട്. അങ്ങനെ ഹമാസ് ഇല്ലാത്ത സ്ഥലങ്ങളിലും അക്രമം നടക്കുന്നുണ്ട്. ഹമാസ് എന്ന് പറഞ്ഞ ഒരു പോരാളികളാണല്ലോ, അവർ വളരെ കുറച്ചേ ഉള്ളൂ. എന്നാൽ അവരില്ലാത്ത സ്ഥലങ്ങളിലും സ്ത്രീകളുടെയും കുട്ടികളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് അക്രമം നടക്കുന്നുണ്ട്. നമ്മൾ അതിനകത്ത് കാണേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, കാഴ്ചകൾ. അതായത് പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ ഭയത്തിന്റെ ആ തീവ്രത അവരുടെ കണ്ണുകളിൽ നിന്ന് പോലും നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. പല മൃതദേഹങ്ങളുടെയും പിഞ്ചു കുഞ്ഞുങ്ങളുടെ തലയില്ലാത്ത, കൈയില്ലാത്ത, കാലില്ലാത്ത, മുഖം മൊത്തം വിരൂപമായി പോയ മൃതദേഹങ്ങൾ, ജീവിച്ചിരിക്കുന്ന മരിച്ചവരുടെ പോട്ടെ എന്ന് വിചാരിക്കാം, ജീവിച്ചിരിക്കുന്ന വേദന തിന്നുന്ന ജീവച്ഛവം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കുട്ടികളുണ്ട്. നമ്മളിപ്പോ ഒരു ഉദാഹരണത്തിന്, നാം ഒരു ഡോക്ടറാണ്, ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്, നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ പൈതലിന്റെ ശരീരം സഞ്ചിയിലാക്കി കൊണ്ടുവരുന്ന അവസ്ഥ, അതായത് അറിയാൻ പോലും വയ്യാത്ത രീതിയിലുള്ള വളരെ ഹൃദയം നടുങ്ങുന്ന കാഴ്ചകൾ. എന്നാൽ ഇതൊക്കെ നമ്മൾ കാണുമ്പോഴും അവരുടെ ഒരു മനസ്സിന്റെ കട്ടി, അവരുടെ വിശ്വാസം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ വേറെ ലോകത്തിന്റെ ഏത് ഭാഗത്തിലും വേറൊരു ജനതയ്ക്ക് ഒരു സംഭവിക്കുന്നതിനേക്കാൾ അവര് ഇതിനകത്ത് യൂസ്ഡ് ആണ്. ഒരു വലിയ രീതിയിലുള്ള ഒരു തളരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒരു അക്രമം ഉണ്ടാകുന്നു, അവർ അതിനെ പ്രതിരോധിക്കുന്നു, അവർ പിന്നെയും അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതിനോട് ഇതെങ്ങനെയാണ് ഇങ്ങനെ ഇവരുടെ മനസ്സുകൾ, ഇവരുടെ ജീവിതങ്ങൾ ആയിത്തീർന്നു പറഞ്ഞാൽ വർഷങ്ങളായിട്ടുള്ള ഇവരുടെ പോരാട്ടത്തിലൂടെയാണ് ഇങ്ങനെ ഉണ്ടായിത്തീരുന്നത്. അത് നമുക്ക് മനസ്സിലാക്കണം. പൊടുന്നതിന് ഒരാൾ വന്നിങ്ങനെ ഇത്രയും മാരകമായിട്ടുള്ള അക്രമം ഉണ്ടായി കഴിഞ്ഞാൽ ഏതൊരു ജനതയും തളർന്നു പോകും. അവരുടെ പിന്നീടുള്ള ജീവിതം അവർ വെറുത്തു പോകും. ജീവിക്കാനൊരു പ്രത്യാശയില്ല. ഇവരുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു പ്രത്യാശയുണ്ട്. നമുക്ക് പാഠമാക്കാൻ പറ്റുന്ന ഒരു പ്രത്യാശയാണ് ഇതും കഴിഞ്ഞു പോകും എന്നുള്ള. അവർ മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യും. ടെന്റുകളിലാണ്, അവിടെ പോലും മറ്റുള്ളവർക്ക് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ അവർ സഹായിക്കുന്നു. അങ്ങനെ അവരുടെ ഓരോ പ്രവർത്തനങ്ങളും പരസ്പര സഹായം. ഏതെങ്കിലും കെട്ടിടത്തിനടിയിൽ അവർ രാത്രി ഉറക്കം പോലും കളഞ്ഞുകൊണ്ട് ഒരു പൂച്ചക്കുഞ്ഞാണെങ്കിൽ ജീവനെ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ രക്ഷപ്പെടുത്താമെന്നുള്ള രീതിയിൽ അവർ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അതെല്ലാം ഒരു പ്രതീക്ഷയുടെ ഭാഗമായിട്ടാണ്. യാതൊരു പ്രതീക്ഷയും മുന്നോട്ട് വെക്കാത്ത രീതിയിലുള്ള അക്രമങ്ങളാണ് എതിർ സൈഡിൽ നിന്നുണ്ടാകുന്നതെങ്കിലും ഇവരുടെ പ്രതീക്ഷയും ഇവരുടെ വിശ്വാസവും ഒക്കെ കാണുമ്പോൾ നമുക്ക് അത്ഭുതമാണ് ഉണ്ടാകുന്നത്. മരണമെന്ന് നിൽക്കുന്ന അവസ്ഥ. അത് വിശ്വാസത്തെ പറ്റി പറയുമ്പോൾ ഹദീസിലേക്ക് നമുക്ക് നോക്കാൻ സാധിക്കും. അത് അപ്പോൾ അജബല്ലി അംരിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം, ഒരു വിശ്വാസിയുടെ കാര്യം എത്രയോ അതിശയകരം എന്ന് റസൂലുള്ളാഹി പറയുന്നു. ഇനി ആ വിശ്വാസിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന അംറഹു കുല്ലഹു ലഹു, ഏതൊരു കാര്യം വന്നാലും അവന് അത് ഖൈറാണ്, അവനത് നല്ലതാണ്. വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ മുഅ്മിൻ, ഒരു വിശ്വാസിക്കല്ലാതെ അങ്ങനെ ഒരു ഇത് ഉണ്ടായിത്തീരുകയില്ല. ഇദാ അസാബത്ഹു സറാ ശകറ ലകാന ഖൈറല്ല, ഇദാ അസാബത്ഹു സറാ സബറ ലകാന ഖൈറല്ല. ഇനി അവനൊരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ അവൻ ക്ഷമിക്കും. അവന്റെ ജീവിതത്തിൽ ഒരു പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അവൻ ക്ഷമിക്കും. അതവന് ഗുണമാണ്. ഈ ലോകത്തും ഗുണമാണ്, നാളെ മരണത്തിന് ശേഷമുള്ള പരലോകത്തും അവന് ഗുണമാണ്. ഇനി അവനൊരു സന്തോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ, അവന് ഭൗതിക അനുഗ്രഹങ്ങൾ കിട്ടി, അവന്റെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടായി, അങ്ങനെ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? അവൻ നന്ദി ചെയ്യും.
അവൻ അതിനെ അഹങ്കരിക്കുകയില്ല, അവൻ നന്ദി ചെയ്യും. അതും അവന് ഹൈറാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒന്ന് പ്രയാസവും ദുഃഖവുമാണല്ലോ. പ്രയാസം വരുമ്പോൾ ക്ഷമിക്കുക, അവന് ഹൈറാണ്. അതാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുഅ്മിനിന്റെ ഒരു അത്ഭുതമായിട്ടാണ് അത്. മുഅ്മിനല്ലാതെ വേറെ ആർക്കും, ഒരു വിശ്വാസിക്കല്ലാതെ വേറെ ആർക്കും പറ്റുകയില്ല. ഞാനിന്ന് വെറും സുഖങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു, മരിക്കുമ്പോൾ സുഖങ്ങളെല്ലാം ഇതാക്കുന്നു, മരണത്തോടുകൂടി എല്ലാം തീരുന്നു എന്ന് വിചാരിക്കുന്നവന് അവന്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും അവൻ ചെയ്യും. അവൻ അക്രമങ്ങൾ ചെയ്യാൻ അവന് യാതൊരു തടസ്സവുമില്ല. അവന്റെ ജീവിത ആർഭാടത്തിലൂടെ വേവലാതി തിരിച്ചറിയണം. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് ഒരല്പം പൈസ നഷ്ടപ്പെട്ടു, ഉദാഹരണത്തിന് 1000 രൂപ നഷ്ടപ്പെട്ടാൽ തന്നെ നമ്മൾ അതിന് വേണ്ടിയുള്ള അത് കണ്ടുപിടിക്കാൻ നമ്മളിടുന്ന എഫേർട്ട്. പക്ഷെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാം നഷ്ടപ്പെട്ടു. ഒരു ജീവിതായുസ് കൊണ്ട് ഉണ്ടാക്കി തീർത്ത സകലതും, സ്വത്ത്, വീട്, വാഹനങ്ങൾ, ബന്ധുമിത്രാദികൾ മതിയാവനാണ് എന്നുള്ള വിശ്വാസം അത് നമുക്ക് ഇന്ന് ലോക മുസ്ലിമീങ്ങൾക്ക് തന്നെ പഠിക്കേണ്ട പാഠമാണ്. ഇവരുടെ ഈ വിശ്വാസങ്ങൾ കണ്ട് അനേകം ആളുകൾ ഇസ്ലാമിനെ പഠിക്കാനും അതിലേക്ക് കടന്നു വരാനും ഇസ്ലാമിക ആശയങ്ങൾ ഉൾക്കൊള്ളാനും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും. അതിനുള്ള സത്യാവസ്ഥ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. നുണപ്രചാരങ്ങൾക്ക് മീതെ സത്യാവസ്ഥ, ഒരു ഫാൾസിനെ വേറെ ഒന്നുകൊണ്ട് ട്രൂത്ത് കൊണ്ടേ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ. ഫാൾസിനെ ട്രൂത്ത് കൊണ്ട് റമദാൻ കഴിഞ്ഞു പോയി, നമ്മൾ കണ്ടാണ് അവിടുത്തെ ആഹാര രീതി. കൊച്ചു കുട്ടികൾ പോച്ച കഴിഞ്ഞു, ചൂടുവെള്ളത്തിൽ പുല്ല് പാചകം ചെയ്ത് കഴിക്കുന്ന അവസ്ഥ. അത് നമ്മള് സ്വഹാബാക്കളുടെ കാലഘട്ടത്തിൽ നോക്കിയാൽ വിശ്വാസിനെ ഹിജറക്ക് പോകുന്ന സമയത്ത് അവരങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു കാഴ്ചകളാണ്. അല്ല, എന്നിട്ട് പോലും സുന്നത്താക്കപ്പെട്ട തറാവീഹ് നമസ്കാരം പോലും അവിടെ ജമാഅത്തായിട്ടാണ് നടന്നത്. അത് നമ്മൾ എടുത്തു പറയേണ്ട അവരുടെ ഈമാന്റെ ഭാഗം, വിശ്വാസത്തിന്റെ ഭാഗം അവർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ വിശ്വാസം ഇതിലൂടെയല്ല, നമ്മുടെ വിശ്വാസം ഊട്ടികൾപ്പിക്കാനാണ് നമ്മൾ തയ്യാറാവേണ്ടത്. നേരത്തെ പറഞ്ഞ നുണപ്രചാരണങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ നമുക്കറിയാം, ഈ ഒക്ടോബർ 7 നടന്ന സംഭവത്തിന് ശേഷം നമ്മൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ ഇതിന്റെ ഈ വിഷയത്തെ പറ്റി നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇസ്രായേൽ അനുകൂല പേജുകൾ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതിനെതിരെ വലിയൊരു പ്രക്ഷോഭം നടന്നുകൊണ്ടാണ് ആ ഒരു അൽഗോരിതം മാറ്റിക്കൊണ്ട് മാർക്ക് സക്കർബർഗ് അറിയാം നമുക്ക്. വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിൽ മൊത്തം അങ്ങനെയാണ്. പുള്ളിനകത്ത് ചോദിച്ചു ഇതിനെപ്പറ്റി, ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറയുന്നത് നമുക്ക് അറിഞ്ഞൂടാ. അപ്പം വേറെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതിനൊരു അൽഗോരിതം ഉണ്ട്, അവരത് കറക്റ്റ് ചെയ്ത് ഇസ്രായേൽ ആനുകൂല്യത്വം വരുത്താൻ വേണ്ടി അവരായിട്ട് നുണപ്രചാരണങ്ങൾ എല്ലാവരിലേക്കും എത്തിച്ചുകൊണ്ട് വേറെ വിശ്വാസം, വേറൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ചെയ്യുന്നൊരു സംഭവമാണത്. ഇത്രത്തോളം മനുഷ്യത്വരഹിത പ്രവർത്തികൾ ചെയ്തിട്ട് പോലും ആധുനിക ലോകം അവകാശപ്പെടുന്ന വിവര സാങ്കേതിക വിദ്യയുടെ സമ്പന്നരെന്നറിയപ്പെടുന്ന ആധുനിക ലോകം, ഭയങ്കര വിവരമുണ്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടെന്ന് അറിയപ്പെടുന്ന രാജ്യങ്ങളൊക്കെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അനീതിയുടെ കൂടെ നിൽക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ ഈ യുദ്ധങ്ങൾ, ഇങ്ങനെയുള്ള ക്യാപിറ്റൽ പണിഷ്മെന്റ് ഇസ്ലാമില്, അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാവരും പറയുന്നതാണ് ഈ ആധുനിക ലോകമായിട്ടും ഈ 6ാം നൂറ്റാണ്ടിൽ കിടക്കുന്നു. ആധുനിക ലോകമായിട്ടും ചിന്തിക്കാനായിട്ടില്ല 21ാം നൂറ്റാണ്ടെന്നൊക്കെ. എന്നാൽ നമുക്ക് മനസ്സിലാവുന്നത് എത്ര നൂറ്റാണ്ട് പിന്നിട്ടാലും മനുഷ്യന്റെ വികാരങ്ങളുണ്ടല്ലോ, അത് ആദ്യ പിതാവായ ആദം നബി അലൈഹി സ്വലാമിന്റെ സന്താനങ്ങൾ മുഴുവൻ അന്ന് തൊട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യന്റെ വികാരങ്ങൾ അത് അന്നും ഇന്നും നിലനിൽക്കുന്നതാണ്. ആർത്തി, സന്തോഷം, ദുഃഖം അന്നെല്ലാം നിലനിൽക്കുന്നതാണ്. അത് ഇന്നും നിലനിൽക്കുന്നു. അത്യാഗ്രഹം, ആർത്തി എല്ലാം നിലനിൽക്കുന്നു. യുദ്ധക്കൊതി, ദേഷ്യം, സന്തോഷം എല്ലാം ഇന്നും നിലനിൽക്കുന്നു. എന്നാൽ അതിനുപയോഗിക്കുന്ന മാർഗങ്ങൾ, അവർ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് വ്യത്യാസമായിരിക്കും. അന്ന് ചിലപ്പോൾ വടി കൊണ്ടായിരിക്കും അടിച്ചത്, കല്ലുകൊണ്ടായിരിക്കും പറഞ്ഞത്. ഇന്ന് അതിന് പകരം തോക്കായി. നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ആധുനിക ലോകമാവുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സജ്ജീകരണങ്ങൾ, മനുഷ്യന്റെ ജീവിതത്തിന്റെ സജ്ജീകരണങ്ങൾ മാറുന്നെങ്കിലും മനുഷ്യന്റെ വികാരങ്ങൾ അതെന്നും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ ആധുനിക ലോകം എന്ന് പറഞ്ഞ് ഇങ്ങനെ അതിനെ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതിനകത്ത് നമുക്ക് എല്ലാ വിഷയത്തിലും നമുക്ക് അനുസരിക്കാൻ സാധിക്കില്ല. ഈ സംഭവത്തിന്, ഈ പലസ്തീൻ ഇസ്രായേൽ പ്രശ്നങ്ങളെ വീക്ഷിക്കുന്ന ജനത അല്ലെങ്കിൽ ലോകത്തുള്ള ആളുകൾ നമുക്ക് 4ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തത് ഇതിനെ ഭയങ്കര മനുഷ്യത്വപരമായിട്ട് കാണുന്ന ആളുകളുണ്ട്. അൽഹംദുലില്ലാഹ് അതിന് ഭയങ്കര ഒരു വലിയ പോപ്പുലേഷൻ, അതായത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ, US-ലാവട്ടെ, UK-ലാവട്ടെ, ഈ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടെ പലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട്. ഹ്യൂമാനിറ്റേറിയൻ പർപ്പസിലായിട്ടാണ് ഇന്ന് പാശ്ചാത്യ ലോകത്തെ ക്യാമ്പസുകളിൽ അധികം യൂത്തും സത്യം തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്ന സത്യാന്വേഷികളായ കുറെ അധികം യുവജനത മുന്നിലുണ്ട്. പിന്നെ ഈ രണ്ടാമതായിട്ട് ഈ വിഷയത്തിന് മതത്തിന്റെ സെന്റിമെന്റ്സോട് കൂടി കാണുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. പിന്നെ അടുത്തതായിട്ട് വരുന്നത്
അക്കാഡമിക് പർപ്പസിന് വേണ്ടി ഈ വിഷയത്തിനെ കാണുന്ന ആളുകളുണ്ട്. അതായത് അവിടുത്തെ മനുഷ്യരെ കുറിച്ച് പഠിക്കാൻ വേണ്ടി, അവിടെ നടന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി, ചരിത്രപരമായ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി. പിന്നെ ഇതിനെ കാണുന്നത് രാഷ്ട്രീയ അവരുടെ രാഷ്ട്രീയ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയ ബെനിഫിറ്റ്സ്, പൊളിറ്റിക്കൽ ബെനിഫിറ്റ്സിന് വേണ്ടി ഈ സംഭവത്തെ എടുക്കുന്നവരുണ്ട്. വോട്ട് ബാങ്കുകൾക്ക് വേണ്ടി അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു കൂട്ടരെ നമുക്ക് കാണാൻ കഴിയും. ഈ വിഷയത്തിന്റെ തുടക്കത്തിൽ ഇന്ത്യ ഇപ്പം 2024 നടന്ന വിഷയത്തിൽ ഇന്ത്യ ആദ്യം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് കാണാൻ രാഷ്ട്രീയപരമായിട്ടാണ്. ഇന്ത്യക്ക് ഇസ്രായേലിന്റെ രാഷ്ട്രീയ സഹായങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ആയുധ സഹായങ്ങളും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനാൽ അവരെ സപ്പോർട്ട് ചെയ്തു. എന്നാൽ അങ്ങനല്ല, എല്ലാവരും ചെയ്യേണ്ടത് മനുഷ്യത്വപരമായിട്ട്. ഇതുവരെയുള്ള ഈ ഗവൺമെന്റിന് തൊട്ടുമുറ്റുള്ള ഇന്ത്യയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഫലസ്തീനോടൊപ്പമായിരുന്നു. അത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനോടൊപ്പം ചേർത്ത് ഇന്നും ഇന്ത്യ ഫലസ്തീനോടൊപ്പമാണ്. എന്നാൽ ഇവിടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു ഇവിടുത്തെ ഗവൺമെന്റ് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം. ഇതിനോടൊപ്പം ചേർത്ത് വയ്ക്കേണ്ട ഒരു കാര്യമാണ് ISIS. നമുക്ക് ഇന്ന് ലോകത്ത് ആരുടെ ചോദിച്ചാലും ഏറ്റവും വലിയ ഭീകരവാദ സംഘടന ഏതാന്ന് ചോദിച്ചാൽ എല്ലാം ISIS. അപ്പം ISISന്റെ ഒരു ഈ രീതി എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഈ കഴിഞ്ഞ ഒക്ടോബർ 7 നടന്ന സംഭവം വെച്ച് താരതമ്യം നോക്കുമ്പോൾ നമുക്കറിയാം, ഇസ്ലാമിനെ എതിർക്കുന്ന രാജ്യങ്ങൾ പോലും ഫലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് പ്രസ്താവനകൾ ഇറക്കി. പക്ഷെ ഇതുവരെ ISIS ഒരു പ്രസ്താവന ഇറക്കിയത് നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതേപോലെ ISIS ചെയ്ത ആക്രമണങ്ങളിൽ ഭൂരിഭാഗം 90% മുകളിലും മുസ്ലിങ്ങളാണ് കൊല്ലപ്പെട്ടിരുന്നത്. അതല്ലാതെ ചെയ്ത മുസ്ലിങ്ങൾ മാറ്റി നിർത്തിയാൽ മുസ്ലിം രാഷ്ട്രങ്ങളിലാണ് എല്ലാ ആക്രമണങ്ങളും ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നത്. അത് മാറ്റി നിർത്തിയാൽ പിന്നെ റഷ്യയിലാണ് ഏറ്റവും വലിയ ആക്രമണം. ഈ അടുത്തും 2024 റഷ്യ എന്ന് പറയുന്ന ഫലസ്തീനെ അനുകൂലിച്ച് നിൽക്കുന്ന ഒരേ ഒരു രാജ്യം, വൻ ശക്തി എന്ന് പറയുന്നത് റഷ്യയാണ്. ആ റഷ്യയിൽ ആക്രമണം നടന്നു. അപ്പം തന്നെ നമുക്കൊരു അറിയാം ഇത് ആരുടെ ഒരു ചർച്ചയേ ഇല്ല, നമുക്ക് കാണാനേ ഇല്ല. അതായത് അമേരിക്കയോ ഇസ്രായേലോ ഉണ്ടാക്കിയ ഒരു സംഘടന എന്നുള്ള രീതിയിലേക്ക് കോൺസ്പിറസി തിയറിയിലേക്ക് പോകാം. പക്ഷെ ഇത് അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ഞാൻ ഇതിനെ പറ്റി ഒന്ന് പഠിച്ചപ്പോൾ ഇതിന്റെ ലിസ്റ്റ് ഓഫ് അറ്റാക്സ് ഓഫ് ISIS നോക്കി. അപ്പൊ നോക്കിയപ്പോൾ ആദ്യം കിടക്കുന്നത് ഒരു 2007 ഏപ്രിൽ ഒരു അപകടം നടന്നു. ഇറാഖിൽ ഒരു ബോംബ് സ്ഫോടനം നടന്നു. ISIS പോലും ഇതുവരെ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ല. പക്ഷേ ഇസ്രായേലിലെ പ്രധാന നഗരിയായ തെല്ലവീവിൽ ഇരുന്നുകൊണ്ട് US ഡിഫൻസ് സെക്രട്ടറി റോബർട്ട് ഗേറ്റ്സ് ആണെന്ന് തോന്നുന്നു, അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കുന്നു, ഇത് നടത്തിയത് ISIS ആണ്. അന്ന് ISIS മുൻധാര മാധ്യമങ്ങളിൽ വന്നിട്ടില്ല, ആർക്കും അങ്ങനെ അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്. അത് കൊണ്ടുവരുന്ന ലോകത്തെ അറിയിക്കുന്ന അമേരിക്കയാണ്. രണ്ടാമത്തെ ആക്രമണം വീണ്ടും 2007 ഓഗസ്റ്റിൽ നടക്കുന്നുണ്ട്. അതും ഒരു ബോംബ് സ്ഫോടനമാണ്. അതിലും ISIS ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല. പക്ഷെ US മിലിറ്ററി ഒരു പ്രസ്താവന ഇറക്കുന്നു, ഇത് ISIS ആണ് നടത്തിയത്. അങ്ങനെ നോക്കുമ്പോൾ ഇതിന്റെ തുടക്കം അമേരിക്കയിൽ നിന്നാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇത് വിക്കിപീഡിയയിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ലിസ്റ്റ് ഓഫ് അറ്റാക്സ് ഓഫ് ISIS എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ആദ്യത്തെ പോയിന്റുകൾ കിട്ടും. ഇതെല്ലാം നടക്കുന്നത് 2007 അങ്ങനെ 2007 മുമ്പുള്ള ചരിത്രം നമുക്ക് പരിശോധിച്ചറിയാം. 2003 അമേരിക്ക ഇറാഖിനെ ഇൻവേഡ് ചെയ്യുന്നുണ്ട്. ഈ ഇൻവേഷൻ ഇല്ലീഗലാണെന്ന് UN ജനറൽ സെക്രട്ടറി കോഫി അന്നൻ പറയുന്നുണ്ട്. കാരണം അവർ ഇൻവേഡ് ചെയ്യുന്ന എന്തിനാ? അവിടെ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ട്. നമ്മളുടെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇത് അറിഞ്ഞൂടാ ഈ ഒരു ചരിത്രം. അവിടെ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടെന്ന് പറഞ്ഞ് പ്രസ്താവിച്ചുകൊണ്ട് ഇറാഖിലേക്ക് അമേരിക്ക ഇടിച്ചു കയറുകയാണ് ചെയ്യുന്നത്. അത് ഇല്ലീഗലാണെന്ന് അന്ന് UN ജനറൽ സെക്രട്ടറി കോഫി അന്നൻ പറയുന്നുണ്ട്. കുറെ സംഘടനകൾ പറയുന്നുണ്ട് അവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല. MBD എന്ന് പറഞ്ഞ മാസ് വെപ്പൺസ് ഓഫ് ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ അങ്ങനെ സംഭവം ഇല്ലെന്ന് കുറെ ഏജൻസീസ് അമേരിക്കയിൽ കൊടുത്തായിരുന്നു. എന്നിട്ടും അവർ ഇൻവേഡ് ചെയ്തു. ഒരു രാജ്യത്തിന് ഈ സാധനം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആക്രമിക്കുന്നു. എല്ലാം ആക്രമിച്ച ശേഷം ഏകദേശം 1 ലക്ഷത്തോളം അവിടുത്തെ ജനങ്ങൾ മരണപ്പെട്ടു. ഇവരുടെ കൺട്രോളിലായി. അവസാനം അവരൊന്നും കണ്ടുപിടിച്ചില്ലെന്ന് പറഞ്ഞ് മടങ്ങുകയുണ്ടായി. അത്രത്തോളം ഒരു ഇല്ലീഗൽ ആക്രമണം അമേരിക്ക നടത്തിയിട്ടും അതൊരു വലിയ ചർച്ചയായി മാറുന്നില്ല. 2003 ഇവർ ഇൻവേഡ് ചെയ്യുന്നു, ഇറാഖിനെ ഭരിക്കുന്നു. അപ്പൊ ഇറാഖ് ഇവരുടെ കൺട്രോളിലായി. അതിനുശേഷം രൂപീകരിച്ച ഒരു സംഘടനയാണ് 2007 വന്ന ISIS. അപ്പൊ നമ്മള് ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെ ISIS വരുന്നത്. ആദ്യം ISIS അല്ലായിരുന്നു, ISIL ആണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് ലെവനന്റ് ആയിരുന്നു. ഇറാഖിലായിരുന്നു ഇത് ഇവരുടെ പ്രവർത്തനം തുടങ്ങിയത്. അപ്പം അമേരിക്ക ഭരിക്കുന്നു, അമേരിക്കയുടെ കൺട്രോളിൽ 2011 വരെ നിലനിൽക്കുന്നു. അതിന്റെ ഇടയിൽ ISIS രൂപീകരിക്കുന്നു, അമേരിക്ക മാറുന്നു. അതിനുശേഷം ആക്രമണങ്ങൾ നടത്തുന്നു. ഈ ആക്രമണങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങളിലാണ് ഏകദേശം മുഴുവനും 90% മേളിലും മുസ്ലിങ്ങൾക്ക് വേണ്ടി ഉള്ള മുസ്ലിങ്ങളുടെ തലയിലാണ് ഇന്ന് ISIS ഇരിക്കുന്നത്. അതിന്റെ മുഹമ്മദ് റസൂലുള്ളാഹ് എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് അവര് അതിന്റെ ഇതൊക്കെ അടയാളങ്ങളെല്ലാം കാണിക്കുന്നത്. എന്നാൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതായിട്ട് നമുക്ക് എവിടെയും കാണാൻ സാധിക്കുന്നില്ല. ഇന്ന് ഈ പ്രശ്നത്തിൽ അവർ നിലകൊള്ളുന്നില്ല. നമുക്ക് മനസ്സിലാകും ആരുടെ അണ്ടർ വർക്ക് ചെയ്യുന്ന ആരുണ്ടാക്കി രൂപീകരിച്ച ഓർഗനൈസേഷനാണ്. നമുക്കറിയാം അമേരിക്കയിലെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട് ഈ ISIS ഉണ്ടാക്കിയത് ഹിലാരി ക്ലിന്റണും
ബറാക്ക് ഒബാമ ചേർന്നായിരുന്നു. ഒരു പ്രസ് മീറ്റ് പുള്ളി പറയുന്നുണ്ട്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഇത് ഇസ്ലാമായിട്ടോ മുസ്ലിങ്ങളായിട്ടോ യാതൊരു ബന്ധവും ഇല്ലാത്തൊരു സംഘടനയാണ്. ഇതിന്റെ ഇസ്ലാമിക ചിഹ്നങ്ങൾ അവർ ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിനെ വെട്ടിയാക്കാൻ, മുസ്ലിങ്ങൾക്കെതിരെ പ്രതിരോധിക്കാനായിട്ട് ഒരു വെപ്പണായിട്ട് യൂസ് ചെയ്യുന്നു. ഈ ആദ്യം പറഞ്ഞ ഈ ചോദ്യം ഏറ്റവും വലിയ ഭീകരവാദ സംഘടന ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിലേക്കും ഇസ്ലാമും മുസ്ലിങ്ങളും വരണം എന്നുള്ള ഉദ്ദേശത്തിൽ അവരെ കൊണ്ടുവന്ന ഒരു രീതിയാണ്. സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരുടെ മനസ്സിലും ഭീകരവാദം എന്ന് പറയുമ്പോൾ തൊപ്പി താടി എന്ന ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. സത്യം പറഞ്ഞു അതെ, എല്ലാവരും ഇപ്പൊ അങ്ങനെ ഏത് ഇപ്പം വലിയ വലിയ ഏത് എടുത്തു നോക്കിയാലും ടെററിസം അല്ലെങ്കിൽ ഭീകരവാദം എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലേക്കും ആദ്യം വരുന്ന തൊപ്പി താടി ജുബ്ബാലി അങ്ങനത്തെ അവർ ഉപയോഗിച്ചിരിക്കുന്ന ആ വസ്ത്രം. അതെ, അത് നമ്മുടെ മനസ്സിൽ പോലും ഇപ്പൊ പറയുമ്പോ പോലും നമ്മുടെ മനസ്സിലേക്ക് പോലും വരുന്നത് അവർക്കത് കൃത്യമായി ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. നമുക്കിപ്പം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചോദ്യം നമുക്ക് വരാം. അതായത് അള്ളാഹുവിന്റെ നേരിട്ടുള്ള സഹായം എന്താ നമുക്ക് ഈ ഫലസ്തീൻകാർക്ക് എത്താത്തത്? അതെ, അവരെല്ലാവരും അള്ളാഹുവിനെയാണ്, അവര് ഏത് ബുദ്ധിമുട്ടുണ്ടായാലും അള്ളാഹുലേക്കാണ് അവർ തിരിയുന്നത്. അതെ, എന്നിട്ട് അള്ളാഹുവിന്റെ നേരിട്ടുള്ള സഹായം അവർക്ക് കിട്ടുന്നില്ല എന്ന് ആളുകൾ ഇന്ന് സാധാരണക്കാരുടെ മനസ്സിൽ ഒരു ചോദ്യം വരുന്നത്. കാരണം എല്ലാ ഒരു പ്രശ്നവും ലോകത്ത് എന്ത് പ്രശ്നം വന്നാലും ആദ്യം ചോദിക്കുന്ന ഇതാണ്. ഇപ്പം കൊറോണ വന്നപ്പോഴും എല്ലാവരും ചോദിച്ചു എന്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പള്ളികൾ തുറന്നു കൊടുക്കാൻ പറ്റിയില്ല. അതിന് ഉത്തരം നമ്മൾ ഉസ്താദ് പറയുന്നുണ്ട്. പള്ളികൾ അടപ്പിച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അതില് അള്ളാഹുവിന്റെ നിയമമാണ്. നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും, മരണവും ജീവിതവും നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സുഖം കൊണ്ടും സമ്പത്ത് കൊണ്ടും എല്ലാ ആനുകൂല്യങ്ങളും കൊണ്ട് നമ്മളെ പരീക്ഷിക്കുകയാണെങ്കിൽ പലസ്തീൻ ജനതകളെ ആ ഒരു പ്രശ്നത്തിലൂടെ എല്ലാ സാഹചര്യത്തിലൂടെ പരീക്ഷിക്കുന്നതാണ്. അപ്പൊ അവര് വിജയിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ആ ഒരു ചോദ്യം ചോദിക്കുമ്പോഴും അവരുടെ മനസ്സിൽ അവർക്കറിയാം ഇതൊരു പരീക്ഷണമാണ്. നേരിടുന്ന രീതി നമുക്കറിയാം, കാണുന്നുണ്ട് ഓരോരുത്തരും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ മാതാപിതാക്കളും അവിടുത്തെ കുട്ടികളും അവിടുത്തെ മുതിർന്നവരും ആ ഒരു പ്രശ്നത്തെ നേരിടുന്ന രീതികൾ, അവർ ഉപയോഗിക്കുന്ന രീതികൾ നമ്മൾ പല വീഡിയോസിലും കാണുന്നുണ്ട്. ഒരു ലോകർക്ക് മൊത്തത്തിലുള്ള പരീക്ഷണമാണ് എന്ന് പറഞ്ഞാൽ, ഒരു പ്രശ്നം നടക്കുമ്പോൾ അതിൽ എങ്ങനെ നേരിടുന്നു, നമ്മൾ എങ്ങനെ അതിനെ സമീപിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഭാഗത്തുള്ള പരീക്ഷണമാണത്. നമ്മൾ അതിനെ മാനവികമായ രീതിയിൽ പരിശീലിക്കുന്നു, നീതിയുടെ ഭാഗത്തു കൂടി അതിനെ സമീപിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആ പരീക്ഷണത്തിൽ വിജയിയായിത്തീരുന്നത്. ഇനി അതല്ല, നമ്മൾ മനുഷ്യത്വപരമായിട്ടല്ലാതെ അനീതിയിലൂടെ മാർഗത്തിലൂടെയാണ് അവരെ സമീപിക്കുന്നതെങ്കിൽ നമ്മൾ ആ പരീക്ഷണത്തിൽ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. കൊറോണ ഒരു പരീക്ഷണമായിരുന്നു നമ്മൾക്ക്. അള്ളാഹുവിന്റെ നീതി പരിപൂർണമാവുന്നത് അത് മഹ്ശറിലാണ്. അല്ലാതെ ഉടനടി ഞാൻ പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, ഉടനടി ഒരു സംഭവം നടക്കുമ്പം എന്തുകൊണ്ട് അവരെ നശിപ്പിച്ചുകൂടാ, അങ്ങനെ പൊതുവെ ഇസ്ലാമിന്റെ ചരിത്രം നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ അങ്ങനെ നശിപ്പിച്ച സമുദായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ നബിമാരുടെ സമുദായങ്ങളെ നേരിട്ട് നശിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിൽ അവസാന സമൂഹത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന സ്മൂത്ത് ആയിട്ട് എന്തുകൊണ്ട് ജീവിതമല്ല, ലോകമല്ല, സ്വർഗമാണ്. സ്മൂത്ത് ആയിട്ട് പോണെങ്കിൽ സ്വർഗമാണ്. നമുക്കറിയാം ഒരു കഥ ഉണ്ട്, അക്ബർ ബിർബാലിന്റെ ഒരു കഥ ഉണ്ട്, കേട്ടിട്ടുണ്ട്. ഒരു വാക്യം എഴുതുക. നിങ്ങൾ ബിർബാലിന്റെ അക്ബർ പറയുന്നുണ്ട്, ചക്രവർത്തി പറയുന്നുണ്ട്, ഒരു വാക്യം നിങ്ങൾ എഴുതുക. അത് വായിക്കുമ്പോൾ സങ്കടപ്പെടുന്നവര് സന്തോഷിക്കണം, സന്തോഷിക്കുന്നവര് സങ്കടപ്പെടുന്നു. അപ്പം അങ്ങനെ ഒരു വാക്യമുണ്ട്. അപ്പം അദ്ദേഹം എഴുതുക ഈ കാലവും കടന്നു പോകും എന്നുള്ളതാണ്. അപ്പം ഈ ലോകം എന്ന് പറയുന്ന ഒരു പരീക്ഷണശാലയാണ്. എല്ലാവർക്കും സങ്കടവും എല്ലാവർക്കും സന്തോഷവും മാറി മാറി തിരിഞ്ഞു വരും. അങ്ങനെ അങ്ങനെയാണ് നമ്മൾ അതിന്റെ കാണേണ്ടത്. അല്ലാതെ എല്ലാം മാറ്റി കൊടുക്കുക, എല്ലാം ഒഴിവാക്കി കൊടുക്കുക, നേരെയുള്ള ജീവിതം എന്ന് ഈ ലോകത്തില്ല. സത്യം പറഞ്ഞത് പണക്കാരനായാലും പാവപ്പെട്ടവനായാലും ഈ ലോകത്ത് നീതി സ്ഥാപിക്കാൻ കഴിയുകയില്ല. നമുക്ക് ഇപ്പോൾ 100 പേരെ കൊന്ന ആൾക്ക്, 1000 പേരെ കൊന്ന ആൾക്ക്, ഒരു ലക്ഷക്കണക്കിന് മനുഷ്യരെ വധിച്ച ആള് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അയാളെ കൂടിപ്പോയ വധശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. അതിലൂടെ നീതി സ്ഥാപിക്കപ്പെടുന്നില്ല. അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവന് അത്രയ്ക്ക് വിലയുണ്ട്. അപ്പോൾ ആ ഒരു മനുഷ്യന്റെ ജീവന് പകരം 1000 പേരുടെ ജീവന് വരെ ഒരു മനുഷ്യ ജീവനെ അവിടെ പോയിട്ടുള്ളൂ. അപ്പോൾ അവിടെ നീതിയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അപ്പോൾ യഥാർത്ഥ നീതി സമക്ഷത്തിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. യഥാർത്ഥ നീതി നടപ്പാവുക തന്നെ ചെയ്യും. നമുക്കിപ്പം വിശ്വസിക്കാൻ നമുക്ക് ഓരോരുത്തരും നിർബന്ധമാണ്. നമുക്കിപ്പോ ഇതിന് ഈ ഇസ്രായേലിന്റെ എതിരെ നമുക്ക് എന്തൊക്കെ ഉപരോധങ്ങൾ ചെയ്യാൻ പറ്റും, നമ്മളാൽ എന്തൊക്കെ സാധിക്കും? നമുക്കിപ്പം കണ്ടുവരുന്ന രീതിയാണ് നമുക്ക് ഉൽപ്പന്നങ്ങൾ, ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപരോധിക്കുന്നു. ഇസ്രായേൽ അതിന് കുറെ പേർക്ക് സംശയമുണ്ട്. തുടക്കത്തിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് ഇത്തരത്തിൽ ഉൽപ്പന്നങ്ങൾ പെപ്സി 7 ഒക്കെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ എന്തുകൊണ്ട് ഉപരോധിക്കുന്നു. സത്യം പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇതിനെ നേരിടാമെന്ന് പറയുമ്പോൾ ഇസ്രായേലിനെ പരസ്യമായി അനുകൂലിക്കുന്ന കമ്പനികളും ഇസ്രായേലി കമ്പനികളൊക്കെ ഉണ്ട്. അതിനെ നമുക്ക് ബഹിഷ്കരിക്കാം, പരിപൂർണമായി ബഹിഷ്കരിക്കാൻ സംശയമില്ല. അതുപോലെ തന്നെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിലെ കമ്പനികൾ
ഇപ്പം പെപ്സിയും സെവനപ്പും അത്യാവശ്യം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഇസ്രായേൽ ഈ ഒരു ജീനോസൈഡിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ഥാപന ഓർഗനൈസേഷൻ കമ്പനികളാണ്. അപ്പൊ അതിനെ നമ്മൾ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക. ഈ ഒരു വിഷയം എടുക്കുമ്പോൾ മാത്രമല്ല, പൊതുവെ നമ്മളൊരു ഇന്ത്യക്കാരെന്ന നിലയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ നമ്മൾ എപ്പോഴും പ്രൊമോട്ട് ചെയ്യണം. കാരണം ഈ ആമസോൺ പോലുള്ള സ്ഥാപനങ്ങൾ വന്നു ഇന്ത്യക്കാരുടെ എക്കണോമിയുടെ 1% പൈസ എടുത്തുകൊണ്ടെന്ന് അവർ പോവുകയാണ്. ഇന്ത്യയിൽ അത് നിൽക്കുന്നില്ല. അതേസമയം ടാറ്റ പോലുള്ള കമ്പനികൾ ഇന്ത്യയിൽ തന്നെ അവരുടെ ആ ഒരു എക്കണോമി ബാലൻസ് ചെയ്ത് സാമ്പത്തിക അസമത്വം മാറ്റി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ഇന്ത്യയിൽ തന്നെ ഇറക്കണം. അപ്പം മാക്സിമം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ, നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ തന്നെ മേടിച്ച് ഉപയോഗിക്കുക. ബാക്കിയുള്ള ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക. പ്രത്യേകിച്ച് അമേരിക്ക, ഇസ്രായേൽ പോലുള്ള ഉൽപ്പന്നങ്ങൾ പരമാവധി ബഹിഷ്കരിച്ചുകൊണ്ട് നമുക്ക് ഒരു വശത്തിൽ ഇതിനെ നേരിടാൻ സാധിക്കും. നമുക്ക് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം. പിന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ സാധിക്കുന്ന ഒരു വഴിയാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം, ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവർക്ക് ഇതിന്റെ ഉത്ബോധനം കൊടുക്കുക, ഇതുപോലുള്ള വീഡിയോകളിലൂടെ. അതെ, അതായത് ഇതിനെക്കുറിച്ച് അജ്ഞരായ ഒരു വലിയ വിഭാഗം ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. അതായത് ഇസ്രായേൽ എന്താണ്, ഫലസ്തീൻ എന്താണ് ഇതിന്റെയൊക്കെ കാരണം. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഒക്ടോബർ 7 വലിയ അതാണ് തുടക്കം എന്ന് വിചാരിക്കുന്ന, അതാ തുടക്കം അങ്ങനെയൊക്കെ വിചാരിക്കുന്ന വളരെ ഒരു വലിയ വിഭാഗം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പം അവരെ നമ്മൾ ഉത്ബോധിപ്പിക്കുക, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇതിനെ എത്രയും പെട്ടെന്ന് നിർത്തണം. എല്ലാത്തിനും ഉപരി ലോകം മൊത്തത്തിൽ മനുഷ്യത്വപരമായ സമീപനം, മനുഷ്യത്വപരമായ നീതിപരമായ സമീപനം അവിടെ എല്ലാവരും സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്ക്. പിന്നെ ഇതിനേക്കാൾ എല്ലാം ഉപരി ഇതിന്റെ ഹൈറിന് വേണ്ടി ദുആ ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യവും അത് തന്നെ, ഏറ്റവും വലിയ ആയുധം ദുആ. അതെ, നമ്മൾ വിട്ടുപോയ കാര്യമുണ്ട്. ഈ ഇടയ്ക്ക് അതിന് സമാനമായി തന്നെ ഇറാൻ ഇസ്രായേൽ ഒരു വിഷയം നടന്നുണ്ട്. അതിനെ കൊണ്ട് അതിൽ ഒന്ന് തൊട്ടിട്ട് പോവാം. ഇറാൻ ഇസ്രായേൽ വിഷയം നടക്കുന്നത്, ഇസ്രായേൽ ആദ്യം ഇറാൻ എംബസിയെ ആക്രമിക്കുന്നു. അതിലെ ഇറാനിയൻ ആൾക്കാരെ 16 പേര്, ഇറാനിലെ എംബസി വർക്ക് ചെയ്യുന്ന 16 പേര് മരണപ്പെടുന്നു, ഡമാസ്കസിലുള്ള ഇറാൻ എംബസി. അപ്പൊ ആദ്യം അവിടെ ആക്രമണം തുടങ്ങുന്ന ഇസ്രായേലാണ്, ഇറാനല്ല. ഇറാൻ തിരിച്ചടിച്ചപ്പോൾ ലോകരാജ്യങ്ങളെല്ലാം ഇറാനെ എതിർത്ത് ഇസ്രായേൽ അനുകൂലിച്ചിരിക്കുന്നു. ഇത് തന്നെയാണ്. പക്ഷെ ഇറാന്റെ ആക്രമണങ്ങളിൽ ഒരു പരിക്ക് പോലും ഇല്ല, ഒരു ആൾ പോലും മരണപ്പെട്ടിട്ടില്ല. പക്ഷെ ഇത് തന്നെയാണ് ഇസ്രായേൽ ഗസ വിഷയത്തിലും നടന്നത്. നേരെ തിരിച്ച് മറ്റവര് ഗസക്കാരെ റെസിസ്റ്റൻസിന്റെ ഭാഗമായി നടത്തിയതാണ്. പക്ഷെ എല്ലാവരും ഇസ്രായേലിന്റെ കൂടെ പോയി. ഈ ഒരു വിഷയം വന്നപ്പോൾ വീണ്ടും എല്ലാവരും ഇസ്രായേലിന്റെ കൂടെ പോയി ഇറാനെ പ്രതികൂലിച്ച് ലോകം മൊത്തം നിൽക്കുന്നതാണ്. അപ്പം ഇത് വാസ്തവം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന് ഈ ഒരു ചരിത്രത്തിലൂടെ ഒന്ന് ഓടിച്ചു നോക്കിയാൽ നമുക്ക് സത്യം എന്താണെന്നും ആരുടെ ഭാഗത്തെ നന്മയും ആരുടെ ഭാഗത്തെ ന്യായമെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് അല്ല, ആക്രമണത്തിന് ശേഷം പോലും ഇസ്രായേൽ വാദിച്ചത് അവരെ ലോകത്തിൽ സമാധാനം ഉണ്ടാക്കുന്ന വി ആർ ദ പീസ് മേക്കേഴ്സ് എന്ന് പറയുന്നത്. അത് ഖുറാനിൽ 1500 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുറാനിലൂടെ പറഞ്ഞിട്ടുള്ളതാണ്. വഇദാ ഖീല ലഹും ലാ തുഫ്സിദു ഫിൽ അർദി ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിമൂൻ. നിങ്ങൾ ഭൂമിയിൽ അക്രമങ്ങൾ ഉണ്ടാക്കില്ലെന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് പറയും? ഞങ്ങൾ സമാധാനപ്രിയരാണ്. ഈ അക്രമം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ തന്നെ പറയും ഞങ്ങൾ സമാധാനപ്രിയരാണ്, ഞങ്ങൾ സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണെന്ന് അവർ പറയുമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് നമുക്കിവിടെ അത് പുലരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത്രയും ലോകത്തിന് മുന്നിൽ എല്ലാവർക്കും വ്യക്തമായ നിലയിൽ അക്രമങ്ങളും അനീതിയും അവർ കാണിച്ചു കൂട്ടുന്നതിനോ കൂടെ തന്നെ അവർ സമാധാനപ്രിയരാണെന്ന് പറഞ്ഞു ചെയ്യുകയും ചെയ്യും. ലോകത്ത് അതിന്റെ ഭാഗമായിട്ട് പല മനുഷ്യത്വപരമായ പ്രക്ഷോഭനങ്ങളും നടക്കുന്നുണ്ട്. നീതി മനസ്സിലാക്കിയ ജനങ്ങൾ, ഒരു മനുഷ്യൻ എങ്ങനെ നിലകൊള്ളണം എന്നുള്ള നിലയ്ക്ക് പ്രക്ഷോഭങ്ങൾ ഇന്ന് പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ മേഖലകളിലും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇസ്രായേലിന്റെ ഒരു വിങ് അവരുടെ അധീനത ഉപയോഗിച്ച് അവരെല്ലാം സപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇസ്രായേൽ അകത്തും ഒരു ജനത അവരെ എതിർത്തുകൊണ്ട് പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞിട്ടില്ല, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് ലോകത്തിനെ മൊത്തം നിയന്ത്രിക്കുന്നത് വേണമെങ്കിൽ ഇസ്രായേൽ ആണെന്ന് തന്നെ പറയാം. പക്ഷേ ആ ഇസ്രായേൽ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരേ ഒരു ശക്തി അത് ഫലസ്തീനാണ്, അല്ലെങ്കിൽ ഗസയാണ്. അവരുടെ വിശ്വാസമാണ്. അതിന്റെ വിശ്വാസം എന്ന ആയുധത്തിലൂടെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അവർക്ക് സാധിക്കുന്നില്ല. അതിനെ പ്രതിരോധിക്കാനുള്ള അവസാന മാർഗമായിട്ടായിരിക്കണം ഇസ്രായേൽ അവരെ കൊന്നൊടുക്കുക. അവര് മാക്സിമം ചെറിയ ഇത്രയ്ക്ക് ക്രൂരമായ പീഡനങ്ങളിലൂടെ കൊണ്ടുപോകുന്നതിനുള്ള കാരണം അതാണ്. അവരുടെ അധീനതയിലേക്ക് ഇവരുടെ മനസ്സും ഇവരുടെ ശരീരമൊന്നും അതിലേക്ക് ഇവർ അധീനപ്പെടുത്തി കൊടുക്കുന്നില്ല. അതിനെതിരെ നിൽക്കുകയാണ് ജനത. അതിനുള്ള ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നും യുദ്ധം നടക്കുമ്പോൾ ഇസ്രായേൽ ഭാഗത്തുള്ള സൈനിക കേന്ദ്രങ്ങൾ നേരെ അക്രമം നടക്കുന്നുണ്ട്. അവരാലുള്ള പ്രതിരോധം തീർക്കുന്നു. ഖസാം ബ്രിഗേഡ്സ് സൈനികർക്ക് നേരെ നടക്കുന്നുണ്ട്. എന്നാൽ ഇവര് യുദ്ധം ചെയ്യുന്ന സൈനികരോടാണെങ്കിൽ അവർ നേരെ മറിച്ച്
അതിന്റെ അവര് സൈനികർ കൊല്ലപ്പെടുന്നതിലൂടെ അവർ നേരെ മറിച്ച് സാധാരണ ജനങ്ങളിലേക്ക് അവർ അക്രമം അഴിച്ചുവിടുകയാണ് ചെയ്യുന്നത്. എന്തായാലും ലോകത്ത് മൊത്തം ശാന്തിയും സമാധാനവും പുലരട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ഇതുപോലുള്ള ചർച്ചകൾ ഫലസ്തീൻ എന്താണ്, ഇസ്രായേൽ എന്താണെന്ന് ജനങ്ങളുടെ എത്തട്ടെ. മനുഷ്യത്വപരമായ ചർച്ചകൾ, നീതിക്ക് വേണ്ടിയുള്ള മുന്നേറ്റങ്ങൾ നടക്കട്ടെ എന്ന് നമ്മൾ ആശംസിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.